മക്കളെ ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു Aegon ലേണിംഗ്. എടാ നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ ഡിലേ കാരണം നമ്മുടെ ലൈവ് കുറച്ച് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട്. സോ മക്കളെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ മാക്സിമം വിളിച്ചിട്ട് വന്നോ. കുറേ മക്കൾ ലൈവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും നിങ്ങൾ ലിങ്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവരെ മുഴുവനായിട്ട് മക്കളെ നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. സോ മക്കളെ നമ്മൾക്ക് ഇനി നമ്മുടെ പബ്ലിക് എക്സാമിലേക്കാണ് നമ്മൾ പോകുന്നത്. പബ്ലിക് എക്സാമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു മോഡൽ എക്സാം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. സോ ആദ്യം തന്നെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഫിസിക്സിലെ ചാപ്റ്റർ ആണ് നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. എടാ സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. എന്താണോ പഠിപ്പിക്കുന്നത് അത് കൃത്യമായിട്ട് പഠിക്കുക, എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അത് അതേ രീതിയിൽ പഠിക്കുക, മനസ്സിലാക്കുക, മുമ്പോട്ടേക്ക് പോവുക. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പേടിയും കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് സെക്യൂർ ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റും. സോ മക്കളെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് മുമ്പോട്ടേക്ക് വന്നോ, നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. എടാ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ അത്യാവശ്യം വെയിറ്റേജ് ഒക്കെ ഉള്ള, നമുക്ക് 7 മാർക്കൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, 7 മുതൽ 8 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ ആദ്യം തന്നെ മുമ്പോട്ടേക്ക് പോവാം. നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം 2018 ഒരു ചോദ്യം ഉണ്ട്. ഏതാ ചോദ്യം എന്ന് അറിയാം മക്കളെ? എ മാൻ ജമ്പിങ് ഔട്ട് ഓഫ് എ സ്ലോ മൂവിംഗ് ബസ് ഫോൾ ഫോർവേഡ്. അതായത് മെല്ലെ ബസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചാടി ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ മുമ്പോട്ടേക്ക് നീങ്ങി പോകുന്നുണ്ട്, മുമ്പോട്ടേക്ക് വീഴുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നുള്ളത് ദിസ് ഈസ് ഡ്യൂ ടു, ഇത് കാരണം എന്താണ്, ഇനേഷ്യ ഓഫ് മോഷൻ ആണ്. നമുക്കറിയാം ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇനേഷ്യ ഓഫ് മോഷൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? എനർജിയെ കുറിച്ചാണോ, വർക്കിനെ കുറിച്ചാണോ, ഇനേർഷ്യയെ കുറിച്ചാണോ? നമ്മൾ മനസ്സിലാക്കുന്നു അത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഇനേർഷ്യയെ കുറിച്ചാണ്. സോ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഇനേർഷ്യ. ലോ ഓഫ് ഇനേർഷ്യ എന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അറിയപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ ജമ്പിങ് ഔട്ട് ഓഫ് എ സ്ലോ മൂവിംഗ് ബസ് ഫോൾ ഫോർവേഡ്. നമുക്കറിയുന്ന കാര്യമാണ്. വിച്ച് ന്യൂട്ടൺസ് ലോ ഗിവ്സ് ദി അബവ് കോൺസെപ്റ്റ്. ഏതാണ് ന്യൂട്ടൺ ലോ? നമുക്കറിയാം ഇനേർഷ്യയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ്. സോ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ഓക്കെ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ്. എന്താണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്? നമുക്ക് അറിയേണ്ട കാര്യമാണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. Every body in the universe continue to be in the state of rest or uniform motion until or unless an unbalanced external force acts on it. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഒന്നെങ്കിൽ എന്തായിരിക്കും, റെസ്റ്റ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ ആയിരിക്കും. ഏതുവരെ? അതിന്റെ പുറമേ നിന്ന് ഒരു ഫോഴ്സ് അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് വരെ. എങ്ങനെയുള്ള ഫോഴ്സാ? അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് അതിന്റെ മുകളിൽ കിട്ടുന്നത് വരെ ആ ബോഡി ഒന്നെങ്കിൽ റെസ്റ്റ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മോഷനിൽ തന്നെ ആയിരിക്കും. ഏത് മോഷനിൽ? യൂണിഫോം മോഷനിൽ തന്നെ ആയിരിക്കും. ഇതാണ് നമ്മുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. Every body in the universe continue to be in the state of rest or uniform motion until or unless an unbalanced external force acts on it. ഓക്കെ ആണല്ലോ മക്കളെ? ഇത് മനസ്സിലാക്കി വെക്കണം. ഇതും നമ്മുടെ 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് SI യൂണിറ്റ് ഓഫ് ലീനിയർ മൊമെന്റം. എന്താണ് ലീനിയർ മൊമെന്റത്തിന്റെ SI യൂണിറ്റ്? എടാ മൊമെന്റം, ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? P is equal to, ലീനിയർ മൊമെന്റം is equal to എന്താ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്? മാസ് ഇൻറ്റു വെലോസിറ്റി. സോ മാസിന്റെ യൂണിറ്റ് എഴുതുന്ന സമയത്ത് മാസിൻ്റെത് കിലോഗ്രാം, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. സോ എന്താണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്? ഇതാണ് നമ്മുടെ യൂണിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് ഡിറൈവ് ദി ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ഇക്വേഷൻ എന്താണ്? F is equal to ma എന്ന് പറയുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കണം. സോ നമ്മൾ പറയാൻ വേണ്ടി പോകും എന്താണ് സ്റ്റേറ്റ്മെന്റ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. നോക്ക് മക്കളെ, ബോർഡ് എക്സാം 2021, മോഡൽ എക്സാം 2021, ക്രിസ്മസ് എക്സാം 2017, എല്ലാ വർഷങ്ങളും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്? സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ. സോ മക്കളെ ഇമ്പോർട്ടന്റ് ഞാൻ പറയാണ്, ചോദ്യം എക്സാമിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താണ് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം ഇത്രയും വർഷങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ മക്കൾ മനസ്സിലാക്കി വെച്ചോ. എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം? സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണ്? എവറി ബസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഓഫ് എ ബോഡി, അതായത് dp/dt ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു F. ഇതാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? സോ ആ വേർഡ്സ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡെഫിനിഷൻ. ഇനി മക്കളെ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഫോഴ്സിനൊരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യണം. സോ നമ്മൾ എഴുതാണ്
എഫ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ്, ഈ പ്രപ്പോർഷനാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുന്ന സമയത്ത് കോൺസ്റ്റന്റ് വേണം, ഇവിടുത്തെ കോൺസ്റ്റന്റ് 1 ആണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ഡി ബൈ ഡി ടി ഓഫ് പി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ, മാസ് കോൺസ്റ്റന്റ് ആണ്, എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. മക്കളെ നമുക്കറിയാം ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് നമുക്ക് കിട്ടും. സോ നമ്മൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, അല്ലേ? നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതി വെക്കാം, ചില മക്കൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം of a body is directly proportional to the unbalanced external force acts on it. The rate of change of linear momentum of a body is directly proportional to the unbalanced external force acts on it. Okay. അടുത്തത് സ്റ്റേറ്റ് ദി കൺസർവേഷൻ ലോ ഓഫ് ലീനിയർ മൊമെന്റം. എന്താണ് ലീനിയർ? ഫിസിക്സിൽ 4 കൺസർവേഷൻ ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. 4 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മളോട് ചോദിച്ചത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്താണ്? നമ്മൾ പറയാണ് ഇഫ് ദി നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് 0 then the total momentum of the body must be conserved. ഇതാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി വെക്കാം. ഇഫ് ദി net external force acting on a body is 0 then the total momentum of the body must be കൺസേർവ്ഡ്. ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കണം. സോ നമ്മൾ പറയാണ് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എം എ ആണല്ലോ. എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നമ്മുടെ ജനറൽ ഇക്വേഷൻ തന്നെ നമുക്ക് എടുക്കാം. ജനറൽ ഇക്വേഷൻ പ്രകാരം നമ്മൾ പറയാണ് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇഫ് എഫ് ഇസ് ഈക്വൽ ടു 0, എഫ് 0 ആണെന്നുണ്ടെങ്കിൽ പി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. റെഡി ആണല്ലോ. അടുത്തത് ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ അറിയപ്പെടുന്ന പേരെന്താണ്? ബോർഡ് എക്സാം 2021 ആണ്. അതിന്റെ പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ് പറയുന്നത്. സോ ആ ഒരു വാല്യൂ മക്കൾ പഠിച്ചു വെക്കണം. സ്റ്റേറ്റ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ മനസ്സിലാക്കി വെക്കാം. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ നിയമങ്ങൾ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നേച്ചർ ഓഫ് സർഫസ് ഇൻ കോൺടാക്ട്. എന്താണ്? അവിടെ സർഫസിന്റെ കോൺടാക്ടിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ. ഇവിടെ ഉണ്ടാവുന്ന ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അതായത് FS directly proportional to normal reaction. അപ്പോൾ നോർമൽ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അഥവാ FS ഈക്വൽ ടു µS ഇൻറ്റു N എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഈ ഇക്വേഷൻസ് ഇതിന് കൂടെ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. അടുത്തതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. ബോർഡ് എക്സാം 2022, മോഡൽ എക്സാം 2021, ഇംപ്രൂവ്മെന്റ് എക്സാം 2020, 2016, ഇംപ്രൂവ്മെന്റ് എക്സാം 2018, 2014 തുടങ്ങിയിട്ടുള്ള വർഷങ്ങളിലെല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നിന്നുള്ള ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്ന ഭാഗം. സോ മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരുപാട് മക്കൾക്ക് അറിയുന്ന ഡെറിവേഷൻ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിലും പേടിക്കൊന്നും വേണ്ട. ഇവിടുത്തെ ക്ലാസ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിൻ്റെ അകത്ത് നിന്ന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്താണ് നമ്മൾ പറയുന്നത്? നമ്മുടെ ബാങ്കിങ് ഓഫ് റോഡിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ് ആൻഡ് മാർക്ക് ദി വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊരു കാറ്, ഒരു ബാങ്ക്ഡ് റോഡിലാണ് കാർ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാറ് ഈ ചരിഞ്ഞ റോഡിൽ നിൽക്കുന്ന സമയത്ത് കാറിൻ്റെ ഈ സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നാമത്തെ ഫോഴ്സാണ് നോർമൽ റിയാക്ഷൻ. സർഫസുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നോർമൽ റിയാക്ഷൻ ഇവിടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചെരിഞ്ഞിട്ടല്ലേ, അതിനെ നമ്മൾ റിസോൾവ് ചെയ്യും. അതിനെ നമ്മൾ റിസോൾവ് ചെയ്താൽ ഇത് തീറ്റയാണെങ്കിൽ ഇത് എൻ കോസ് തീറ്റ, ഇത് എൻ സൈൻ തീറ്റ.
അതുപോലെ തന്നെ ഇത് ഫ്രിക്ഷനാണ്. ഫ്രിക്ഷനെ നമ്മൾ എന്ത് ചെയ്യും? ചെരിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഫ്രിക്ഷനെ നമ്മൾ എന്താക്കി വെക്കും? രണ്ട് കോമ്പണൻ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കും. സോ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഡയഗ്രമാറ്റിക് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് നോർമൽ റിയാക്ഷൻ ആണ്. നോർമൽ റിയാക്ഷനെ രണ്ട് കോമ്പണൻ്റ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഇത് തീറ്റ ആണെങ്കിൽ ഇത് എൻ കോസ് തീറ്റ, ഇത് എൻ സൈൻ തീറ്റ. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫ്രിക്ഷൻ ആണ്. ഇത് എഫ് കോസ് തീറ്റ, അതുപോലെ തന്നെ ഇത് എഫ് സൈൻ തീറ്റ. താഴേക്ക് ആര് വരുന്നുണ്ട്? എം ജി വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇതിന്റെ ഡയഗ്രാം, അതായത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനെ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. സോ കാറ് ചരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു നോർമൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഇനി തീറ്റ കൊടുക്കുന്നത് പലർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, മുകളിൽ നിന്ന് ഒന്നാമത്തെയും മൂന്നാമത്തെയും ആംഗിൾ തീറ്റ കൊടുത്താൽ മതി. മക്കൾ മനസ്സിലാക്കി വെക്കുക, ഒരു എളുപ്പവഴിയാണ്. മുകളിൽ നിന്ന് ഒന്നാമത്തെയും മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഇത് തീറ്റയാണ് 1 2 3. അപ്പോൾ 1 ഉം 3 എന്ത് കൊടുക്കുക? തീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ തീറ്റ വന്ന സൈഡ് എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാം? നമുക്കറിയാം കോസ് ആണ് നമ്മൾ കൊടുക്കുക. തീറ്റ വരാത്ത സൈഡിനെ നമ്മൾ എന്ത് കൊടുക്കും? സൈൻ എന്ന് കൊടുക്കും. ഇനി നമ്മൾ ഈ ബാങ്കിങ് ഓഫ് റോഡിലെ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഈ എൻ കോസ് തീറ്റന്റെ നേരെ ഓപ്പോസിറ്റ് ആരാണുള്ളത്? എഫ് സൈൻ തീറ്റയും എം ജിയും. അതുപോലെ തന്നെ ഇങ്ങോട്ട് ആരാ നിൽക്കുന്നത്? എൻ സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സെന്ററിലേക്ക് ഫോഴ്സ് കൊടുക്കുന്ന രണ്ടാളുകളാണ് എൻ സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും, അഥവാ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആളുകളാണ് എൻ സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും. സോ നമ്മൾ ആദ്യം തന്നെ എഴുതാൻ വേണ്ടി പോകുന്നത് എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഇക്വേഷൻ നമ്പർ 1. അതായത് ഇതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പറയാണ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ആളാണ് ഈ എൻ കോസ് തീറ്റയും അതുപോലെ തന്നെ എഫ് സൈൻ തീറ്റയും എം ജിയും ഓപ്പോസിറ്റാ. സോ അതുകൊണ്ട് നമുക്ക് പറയാം എൻ സൈൻ തീറ്റ, അതായത് എൻ കോസ് തീറ്റ എന്ന് പറയുന്നത് എഫ് സൈൻ തീറ്റയ്ക്കും എം ജിക്കും എന്താണ്? ഈക്വൽ ആണ്. സോ നമുക്ക് പറയാൻ പറ്റും എൻ സൈൻ തീറ്റ ഈക്വൽ ടു എഫ് സൈൻ തീറ്റ പ്ലസ് എം ജി. ഈ എഫ് സൈൻ തീറ്റ പ്ലസ് ആണ്, ഇങ്ങോട്ട് വരുന്ന സമയത്ത് മൈനസ് ആവും. സോ എൻ സൈൻ തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ, സോറി എൻ സൈൻ തീറ്റ അല്ലല്ലോ, അത് എൻ കോസ് തീറ്റ അല്ലേ? എന്താണ് മാഷേ, എൻ കോസ് തീറ്റ എൻ സൈൻ തീറ്റ എന്നൊക്കെയാണോ എഴുതുന്നത്? സോ എൻ കോസ് തീറ്റ ഈക്വൽ ടു നമുക്ക് പറയാം എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഈക്വൽ ടു എം ജി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് കിട്ടുന്നത്? എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡഡ് ബൈ എം ജി. എം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ ബൈ ആർ ജി എന്ന് കിട്ടും. സോ നമ്മൾ ഇനി എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ. ഇതിൽ ഓരോ ടേമിനെ നമ്മൾ എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? നോക്കിക്കേ മക്കളെ, എൻ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ. അടുത്തതാരാണുള്ളത്? പ്ലസ് എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ അടുത്ത ടേം ആരാണ്? എൻ കോസ് തീറ്റ ബൈ എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. ഇനി നോക്കിക്കോ, എൻ സൈൻ തീറ്റ ബൈ എൻ കോസ് തീറ്റ എന്താ നമുക്ക് കിട്ടുക? ടാൻ തീറ്റ അല്ലെ, എൻ പോയി. പ്ലസ് എഫ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂ ആണ്. സോ മ്യൂ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ ബൈ എൻ കോസ് തീറ്റ 1 മൈനസ് എഫ് ബൈ എൻ എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്. സോ മ്യൂ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി എന്ന് കിട്ടും. ഇനി വി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം വെലോസിറ്റി വിത്ത് ഫ്രിക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഓക്കെ, നമുക്ക് വി സ്ക്വയർ മാത്രം നിർത്തിയിട്ട് വി സ്ക്വയറിനെ വി ആക്കി മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ വരും? വി സ്ക്വയറിനെ വി ആക്കി മാറ്റി കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഈ ഫൈനലായിട്ട് വി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ,
ഫൈനലായിട്ട് വി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വാല്യൂ നിങ്ങൾ എന്താക്കി വെക്കുക, ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പഠിച്ചു വെക്കുക. ബാങ്കിങ് ഓഫ് റോഡ് നിർബന്ധമായിട്ട് നിങ്ങളുടെ എക്സാമിന് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യമാണ്. സോ മക്കളെ, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് ഞാനിപ്പോൾ എന്താക്കിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ലോസ് ഓഫ് മോഷൻ്റെ അത് ക്വിക്കായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ടോപ്പിക്കുകളുള്ള നമ്മുടെ ചാപ്റ്റർ ആണ് നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഫ്ലൂയിഡ്സിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് പാസ്കൽസ് ലോ. എന്താണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്? എടാ, ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് പാസ്കൽ ലോയുടെ സ്റ്റേറ്റ്മെന്റ്? Pressure exerted at any point on a enclosed liquid is equally transmitted in all direction. അതായത് നമ്മളിപ്പോൾ ഒരു ട്യൂബൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേസ്റ്റ് നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ആ പ്രഷർ എല്ലാ പോയിന്റിലേക്കും ഈക്വൽ ആയിട്ട് അൺഡിമിനിഷ്ഡ് ആയിട്ട് ട്രാൻസ്ഫർ ആവും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാസ്കൽസ് ലോ എന്ന് നമ്മൾ പറയുന്നത്. സോ പാസ്കൽസ് ലോ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പോയിന്റിൽ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ആ പ്രഷർ ആ ട്യൂബിന്റെ എല്ലാ പോയിന്റിലേക്കും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനാണ് നമ്മൾ വിളിക്കുന്നത് പാസ്കൽ ലോ. ഓക്കെ, ഇനി പാസ്കൽസ് ലോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വർക്കിംഗ് ഓഫ് എ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് ലോ. ഏത് ലോയെ ബേസ് ചെയ്തിട്ടാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കണം. പാസ്കൽസ് ലോയെ ബേസ് ചെയ്തിട്ടാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്, ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് പറയുന്നത്, ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നത്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? പാസ്കൽസ് ലോയെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് സ്റ്റേറ്റ് പാസ്കൽസ് ലോ. എന്താണ് പാസ്കൽസ് ലോ? നമുക്ക് അറിയുന്ന, യൂഷ്വലി നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മളെ പാസ്കൽസ് ലോയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തത് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ചിത്രം തന്നിട്ടുണ്ട്. യൂസിംഗ് പാസ്കൽസ് ലോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് F2 ഇൻ ടേംസ് ഓഫ് A1 ആൻഡ് A2. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ എന്ത് ചെയ്യുന്നു? F1 എന്ന് പറയുന്ന ഒരു ചെറിയ ട്യൂബിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും അതിൻ്റെ ഏരിയ ആണ് A1. ഇവിടെ ഒരു വലിയ ട്യൂബാണ്, അതിലേക്ക് കിട്ടുന്ന ഫോഴ്സ് ആണ് F2. ആ F2 നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ പറയാണ് ഇതൊരു ക്ലോസ്ഡ് ലിക്വിഡ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ ക്ലോസ്ഡ് ഫ്ലൂയിഡിൽ കിട്ടുന്ന ഈ ഒരു പ്രഷർ എന്തായിരിക്കും? ഇവിടെ കിട്ടുന്ന ഈ പോയിന്റിൽ കിട്ടുന്ന പ്രഷറും ഈ പോയിന്റിൽ കിട്ടുന്ന പ്രഷറും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് പ്രഷർ 1 P1. ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 എന്നാണ് വിളിക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ വിളിക്കുന്നത് P2. സോ നമ്മൾ പറയും P1 ആർക്ക് ഈക്വൽ ആണ്? P2 ന് ഈക്വൽ ആണ്. P1 എന്ന് പറഞ്ഞാൽ എന്താ? F1 ബൈ A1, ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. P2 എന്ന് പറഞ്ഞാൽ എന്താ? F2 ബൈ A2. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം P1 P2 ന് ഈക്വൽ ആണ്. എന്ത് കാരണം? പാസ്കൽസ് ലോ കാരണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? F1 ബൈ A1 ഈക്വൽ ടു F2 ബൈ A2. അങ്ങനെയെങ്കിൽ F2 എങ്ങനെ നമ്മൾ എഴുതുന്നു? F2 ഈസ് ഈക്വൽ ടു A2 ബൈ A1 ഇൻറ്റു F1. ഓക്കെ, അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് F2 കണ്ടുപിടിക്കാനാണ്. A2ൻ്റെയും A1ൻ്റെയും ടേമിൽ F2 കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ വാട്ട് യു മീൻ ബൈ അറ്റ്മോസ്ഫറിക് പ്രഷർ? എന്താണ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്? എടാ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചോ. അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ അറ്റ് സീ ലെവൽ. സീ ലെവലിൽ അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. സോ സീ ലെവലിൽ അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്, ഒരു ATM എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ യൂണിറ്റ് ആണ് ATM, ബാർ, ടോർ എന്നൊക്കെ പറയുന്നത് യൂണിറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ATM എന്ന് പറഞ്ഞാൽ എത്ര പാസ്കൽ ആണ്? 1.013 ഇൻറ്റു 10⁵ പാസ്കൽ. ഈ ഒരു വാല്യൂ പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിനെ തന്നെ നമുക്ക് എന്ത് പറയാം? 760 ടോർ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഒരു ATM എന്ന് പറഞ്ഞാൽ 1.013 ഇൻറ്റു 10⁵ പാസ്കൽ ആണ്. ഈ വാല്യൂ പഠിച്ചു വെക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫറിക് പ്രഷർ. എന്തിനാണ് നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിന് നമ്മൾ പറയുന്ന പേരെന്താ? ബാരോമീറ്റർ. എന്താണ് വിളിക്കുക? ബാരോമീറ്റർ ആണ്. ഓക്കെ, ദെൻ അടുത്തത് ഡിഫറൻഷിയേറ്റ് സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ. എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ? എന്താണ് ടർബുലന്റ് ഫ്ലോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് എ ലിക്വിഡ് ഈസ് ദാറ്റ് ഫ്ലോ ഇൻ ഈച്ച് എലമെന്റ് ഓഫ് ദി ലിക്വിഡ് പാസിംഗ് ത്രൂ എ പോയിന്റ് ട്രാവൽസ് അലോങ് സെയിം പാത്ത്.
with the same velocity as the preceding element passed through that point. അതായത് അതിൻ്റെ അകത്തുള്ള എന്താണ് മോളിക്യൂളുകൾക്കെല്ലാം അല്ലെങ്കിൽ ആ ഓരോരോ ലെയറുകൾക്കും എന്താണ് ആ ഒരു ഫ്ലൂയിഡിന്റെ ഓരോ ലെയറുകൾക്കും സെയിം വെലോസിറ്റി ആയിരിക്കും, സെയിം ഓർഡർ ആയിരിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ടർബുലന്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വെള്ളച്ചാട്ടത്തിനൊക്കെ വരുന്ന വെള്ളം നമ്മൾ കണ്ടിട്ടില്ലേ? അതെന്താണ്? ഓരോന്നിനും ഓരോ വെലോസിറ്റി, ഓരോ എന്താണ് ആ പാർട്ടിക്കിളിനും ഓരോ വാട്ടർ മോളിക്യൂളിനും എന്തായിരിക്കും? ഓരോ വെലോസിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ ലെയറുകൾക്കും ഡിഫറെന്റ് വെലോസിറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ പറയും സിഗ്സാഗ് മോഷനിൽ വരുന്ന ആ ഒരു വാട്ടർ മോളിക്യൂൾ ആണ്. അതുകൊണ്ട് അത് ടർബുലന്റ് ആണ് എന്ന് നമ്മൾ പറയും. സോ ടർബുലന്റ് ഫ്ലോ ഇസ് ഡിഫൈൻഡ് ആസ് ദ ഫ്ലോ ഇൻ വിച്ച് ലിക്വിഡ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സിഗ്സാഗ് വേ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒരേ ഓർഡറിലല്ല മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരേ ഓർഡറിൽ സെയിം ഓർഡർ സെയിം വെലോസിറ്റിയിലാണ് അതിൻ്റെ അകത്തുള്ള എല്ലാ മോളിക്യൂളും പുറത്തേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് സ്ട്രീം ലൈൻ ആണ്, അല്ലെങ്കിൽ എന്താണ് ടർബുലന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഹോസിന്റെ അകത്ത് പൈപ്പിൽ വെള്ളം നനയ്ക്കുന്നത് ഹോസിന്റെ അകത്തുനിന്നൊക്കെ വെള്ളം പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറയാം എല്ലാം ഒരേപോലെയാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയുന്നത് സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. വെള്ളച്ചാട്ടത്തിൽ വരുന്നത് എങ്ങനെയാണ്? ഡിഫറെന്റ് വെലോസിറ്റിയിലല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ടർബുലന്റ് ആണ് എന്ന് പറയേണ്ടി വരും. റെഡി ആണല്ലോ? ദെൻ അടുത്തത് the flow of an ideal fluid in a pipe of varying cross section is shown below. നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ എന്താണ് ഒരു പൈപ്പ്, ഇതിലൂടെ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നതിന് തന്നിട്ടുള്ള ചിത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതായത് ഫ്ലൂയിഡ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെർണോളിസ് പഠിക്കാതെ പോരുത് എന്നാണ് നമ്മൾ പറയുക. സോ ഫ്ലൂയിഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ബെർണോളിസ് പ്രിൻസിപ്പിളിൽ എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? നമ്മൾ എന്താക്കി വെക്കണം? ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചു വെക്കണം. സോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നോക്കാം. ബെർണോളിസ് തിയറം states that the total energy of an ideal fluid, അതിൻ്റെ കണ്ടീഷനാണ് ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഇൻ എ streamline motion is constant throughout the displacement. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി കൊടുക്കുക. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ലടാ, ഈ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്ന ആ ഒരാൾ, ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്ന പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അതിന്റെ സമ്മും ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇതിന്റെ സമ്മും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈക്വൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? സെയിം വാല്യൂ ആയിരിക്കും കിട്ടുക. അതായത് ഇവിടുത്തെ പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ആഡ് ചെയ്താൽ കിട്ടുന്ന അതേ വാല്യൂ ആയിരിക്കും ഇവിടുത്തെ പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക. ഇതാണ് നമ്മുടെ ബെർണോളിസ് തിയറം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ഭാഗമാണ് ഇവിടെ നിന്ന് നമുക്ക് ഈ ലിക്വിഡ് ഉയർത്താൻ, അതായത് മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട വർക്ക് എന്ന് പറയുന്നത് W1 എന്ന് നമ്മൾ പറഞ്ഞു. ആ W1 is equal to നമുക്ക് എഴുതാം W1, നന്നായിട്ട് ശ്രദ്ധിക്കണം. W1 is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. സോ P1 ഇൻറ്റു A1 ഇൻറ്റു S. ഇതിനെ നമുക്ക് എന്ത് പറയാം? P1 ഡെൽറ്റ വി എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ആണ്. ഓക്കെ, അപ്പം P1 ഡെൽറ്റ വി എന്ന് പറഞ്ഞു. ഇനി W2 എന്താണ്? W2 is equal to P2 A2 ഇൻറ്റു എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു P2 ഡെൽറ്റ വി. അങ്ങനെയാണെങ്കിൽ W1 മൈനസ് W2 ചെയ്താൽ നമുക്ക് കിട്ടും P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി, ദാറ്റ് ഈസ് ഈക്വൽ ടു P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി. ഓക്കെ, അപ്പോൾ ഡെൽറ്റ W നമുക്ക് കിട്ടിയിട്ടുണ്ട്. P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി എന്ന് നമുക്ക് കിട്ടി. ഇത് നമ്മുടെ പ്രഷർ എനർജിയുടെ ഇക്വേഷൻ ആണ്. പ്രഷർ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട സാധനമാണ് നമുക്ക് അറിയേണ്ട ഇക്വേഷൻ ഡെൽറ്റ W എന്ന് പറഞ്ഞാൽ ഡെൽറ്റ കൈനറ്റിക് എനർജി പ്ലസ് ഡെൽറ്റ പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ കൈനറ്റിക് എനർജിയാണ്. ഡെൽറ്റ KE എന്ന് പറഞ്ഞാൽ ഹാഫ് എം V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഓക്കെ ആണല്ലോ? സോ ഡെൽറ്റ KE നമുക്ക് എഴുതാം. നമ്മൾ പഠിക്കുന്നതാണ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അങ്ങനെയാണെങ്കിൽ മാസ് ഈസ് ഈക്വൽ ടു എന്ത് പറയാം? മാസ് ഈസ് ഈക്വൽ ടു
ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഇവിടുത്തെ മാസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമുക്ക് എഴുതാം ഹാഫ് ഇൻറ്റു റോ ഡെൽറ്റ വി V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് ഡെൽറ്റ കെ ഇ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഡെൽറ്റ പി ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ പി ഇ ഈസ് ഈക്വൽ ടു എം ജി എച്ച് ടു മൈനസ് എം ജി എച്ച് വൺ. അതായത് ഈ ചിത്രം നിങ്ങൾ നോക്കണം, ഇതിൻ്റെ അകത്ത് H1 ഉണ്ട്, H2 ഉണ്ട്. സോ നമ്മുടെ കൈനറ്റിക് എനർജി കണ്ടു, പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ എം ജി എച്ച് ടു മൈനസ് എം ജി എച്ച് വൺ, അതായത് കോമൺ ആയിട്ട് ആരാണുള്ളത്? എം ജി ആണ്. സോ എം ജി ഇൻറ്റു H2 മൈനസ് H1 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഡെൽറ്റ ഇൻറ്റു വി ആണ്. അങ്ങനെയാണെങ്കിൽ റോ ഇൻറ്റു ഡെൽറ്റ വി ഇൻറ്റു ജി H2 മൈനസ് H1. ഇതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ. സോ ഇത് 2, ഇത് 3, ഇതിനെ നമുക്ക് 1 എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നേരെ നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ നമുക്ക് കിട്ടി. അതായത് നമ്മുടെ ഫൈനൽ ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഫൈനലായിട്ട് നമുക്ക് എഴുതാൻ പറ്റും P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ ഡെൽറ്റ വി V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് ജി റോ ഡെൽറ്റ വി H2 മൈനസ് H1. നമുക്ക് ഇതിനകത്ത് ഡെൽറ്റ വി എല്ലാ സൈഡിലും കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. സോ P1 മൈനസ് P2 ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് ജി റോ H2 മൈനസ് H1. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് P1ൻ്റെ ടേം അല്ല ഒരു സൈഡിലേക്കും P2ൻ്റെ ടേം അല്ല മറ്റൊരു സൈഡിലേക്കും കൊണ്ടുപോകാം. P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി H1 ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ ജി H2 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം P പ്ലസ് ഹാഫ് റോ V പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് നമ്മുടെ ബെർണോളിസ് തിയറത്തിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫ്ലൂയിഡ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻസ്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററായിട്ട് നമ്മുടെ രാഹുൽ സാറ് വരുന്നുണ്ട്. സോ രാഹുൽ സാറാണ് നമുക്ക് അടുത്തായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. വർക്ക് എനർജി പവർ എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ ആണല്ലോ. സോ നമുക്ക് രാഹുൽ സാറിന് നേരെ മൈക്ക് കൈമാറാം. റെഡി? 1 സെക്കൻഡ്. ഹായ് 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 മക്കളെ, റെഡി അല്ലടാ? റൈറ്റ്. അപ്പോൾ തെൻസി സാറിൻ്റെ 2 ക്ലാസ്സുകൾ മക്കൾ കേട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മുടെ എന്തായിരുന്നടാ? വർക്ക് എനർജി ആൻഡ് പവർ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മക്കളെ. റൈറ്റ്, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കും മക്കളെ. ഇഫ് വെക്റ്റർ എ ഈസ് പെർപെൻഡിക്കുലർ ടു വെക്റ്റർ ബി, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ഡോട്ട് ബി? അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ. എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കൂടാ? എ ഡോട്ട് ബി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 2 വെക്റ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി എന്ന് പറയുന്നത് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഈസ് ഡിഫൈൻഡ് ആസ് എ ബി കോസ് തീറ്റ. ഓൾറെഡി നമ്മൾ പഠിച്ചത് അല്ലേ? എ ബി കോസ് തീറ്റയാണ്. എ ബി കോസ് തീറ്റ. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് വെക്റ്റർ എയും വെക്റ്റർ ബിയും തമ്മിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ്. ദാറ്റ് മീൻസ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ എ ഡോട്ട് ബിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ ബി ഇൻറ്റു കോസ് 90. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് 90? കോസ് 90ൻ്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 0 നമുക്ക് അറിയാം അല്ലേ? ദാറ്റ് മീൻസ് എ ബി ഇൻറ്റു 0 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 2 വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ? റൈറ്റ്.
Then next question, അതിനെ കൂടെ തന്നെ സബ് ആയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, അവർ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ആംഗിൾ കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ കൂടെ ഡോട്ട് പ്രൊഡക്റ്റിന്റെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം എ ഡോട്ട് ബി ഇസ് ഇക്വൽ ടു എ ബി കോസ് തീറ്റ ആണെങ്കിൽ ഹിയർ കോസ് തീറ്റ ഇസ് ഇക്വൽ ടു എന്തായിരിക്കും മക്കളെ? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ബി ആയിരിക്കും. നമുക്കറിയാം കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ബി ആണ്. റൈറ്റ്, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ എക്കും ബിക്കും പകരം നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് ആരൊക്കെയാണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിന്റെയും ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ആദ്യം എഫ് ഡോട്ട് ഡി കണ്ടുപിടിക്കാം മക്കളെ. എഫ് ഡോട്ട് ഡി എന്ന് പറയുന്നത് എഫ് ഡോട്ട് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് വെക്ടേഴ്സ് നമുക്ക് ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് എന്ന രീതിയിൽ തന്നു കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടെത്താൻ നമുക്കറിയാം അല്ലേ? ഐയുടെ ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആൻഡ് ഓൾസോ കെയുടെ ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഫ് ഡോട്ട് ഡി കണ്ടു കഴിഞ്ഞാൽ എഫിന്റെ ഐയുടെ വാല്യൂ ഏതായിരുന്നു മക്കളുടെ? 3iയും അതേപോലെ തന്നെ 5j ആണ്. 3 × 5 is equal to 15 പ്ലസ് നെക്സ്റ്റ് ജെയുടെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുക. എഫിൻ്റെ ജെയുടെ വാല്യൂ അതേപോലെ തന്നെ എന്തായിരിക്കും ഇവിടെ? ഡിയുടെയും ജെൻ്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 4 is equal to 3 ആയിരിക്കും 16 ആണ്. 16 അഗെയിൻ പ്ലസ് ഇനി ഒരു കെയുടെ വാല്യൂ കൂടെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ദാറ്റ് മീൻസ് കെയുടെ വാല്യൂ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. -5 × 3 -5 × 3 is equal to എത്രയായിരുന്നു മക്കളെ? -5 × 3 എന്ന് പറയുന്നത് എത്രയാടാ? -15 ആണ് അല്ലേ? ദാറ്റ് മീൻസ് -15 എന്ന് കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എഫ് ഡോട്ട് ഡി എന്ന് പറയുന്നത് 15 + 16 -15 ആണ്. ദാറ്റ് മീൻസ് ഇവിടെയുള്ള ഈ -15ഉം 15ഉം ക്യാൻസൽ ആവും, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും മക്കളെ? 16 ആണ് അല്ലേ? എഫ് ഡോട്ട് ഡിയുടെ വാല്യൂ അവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോസ് തീറ്റ കണ്ടെത്തണമെങ്കിൽ എഫ് ഡോട്ട് ഡി ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു ഡി ആണ്. എഫിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എഫിന്റെ വാല്യൂ കണ്ടെത്താൻ എഫ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ എന്നായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ എഫിന്റെ ഐവിലെ വാല്യൂ എത്രയായിരുന്നുടാ? 3 ആണ്. ദാറ്റ് മീൻസ് 3 സ്ക്വയർ പ്ലസ് ഇനി ജെയുടെ വാല്യൂന്റെ സ്ക്വയർ എത്രയായിരുന്നുടാ? 4 സ്ക്വയർ ആൻഡ് ഓൾസോ -5 സ്ക്വയർ -5 ഓൾ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 ആണ്, 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 ആണ്, -5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക √50 എന്ന് കിട്ടും. ഓക്കെ അല്ലടാ? ഇനി അതേപോലെ തന്നെ ഡിയുടെ വാല്യൂ നോക്കും മക്കളെ. ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡിയുടെ 5 അല്ലേ? ഫസ്റ്റ് വൺ ഐൻ്റെ സ്ക്വയർ, ഐൻ്റെ വാല്യൂയുടെ സ്ക്വയർ എന്തായിരിക്കും? ദാറ്റ് മീൻസ് 5 സ്ക്വയർ ആണ്. 5 സ്ക്വയർ പ്ലസ് 4ൻ്റെ ജെയുടെ വാല്യൂ 4 ആണ്. 4 സ്ക്വയർ ആണ്. 4 സ്ക്വയർ ആൻഡ് ഓൾസോ അവിടെ കെയുടെ വാല്യൂ ഉണ്ടായിരുന്നടാ? എന്തായിരുന്നടാ? 3 സ്ക്വയർ എന്ന് കിട്ടും. അഗെയിൻ സെയിം വാല്യൂ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും √50 എന്ന് കിട്ടും. ഓക്കെ, എഫിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഡിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എഫ് ഡോട്ട് ഡി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ഡിവൈഡഡ് ബൈ എഫ് ഡി ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു 16 ആണ്. എഫ് ഡോട്ട് ഡി എത്രയാടാ? 16. ഓക്കെ, ആൻഡ് ഓൾസോ എഫ് ഇൻറ്റു ഡി, എഫിൻ്റെ വാല്യൂ √50 ആണ്. ആൻഡ് ഓൾസോ ഡിയുടെ വാല്യൂം √50 ആണ്. √50 × √50 ഇസ് ഈക്വൽ ടു 50 നമുക്കറിയാം. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 50. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാൻ 8 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും മക്കളെ? 25. അത് കോസ് തീറ്റയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാല്യൂ തീറ്റ എത്രയാണെന്നല്ലേ? ദാറ്റ് മീൻസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 8/25 എന്ന് കിട്ടും. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലടാ? റൈറ്റ്, റെസ്പോണ്ട് ചെയ്താണേ മക്കളെ. ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, തീറ്റയുടെ വാല്യൂ കണ്ടെത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ വർക്ക് ഡൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ആസ് 0, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മുടെ പോസിറ്റീവ് വർക്കിന്റെ ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒട്ടുമിക്ക എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നേ. നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ട് അതിൻ്റെ ഏത് വർക്കിലാണെന്ന് പെടുന്നത്. ഓക്കെ, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, 0 വർക്ക് നമുക്കറിയാം. വർക്കും ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലാണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, ആൻഡ് ഓൾസോ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. വർക്ക് ഡൺ ബൈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇൻ എ സർക്കുലർ മോഷൻ. സെൻട്രിപിറ്റൽ ഫോഴ്സ് എപ്പോഴും ടുവേർഡ്സ് സെൻട്രൽ ആയിരിക്കും അല്ലേ? അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ടാൻജൻഷ്യൽ
ഡയറക്ഷനിലാണ്. അവർ നമ്മൾ ആംഗിൾ എത്രയായിരിക്കും കൂടാ? തീറ്റ ഇസ് ഇക്വൽ ടു 90 ഡിഗ്രി ആണ്. ഇപ്പോൾ എന്തായിരിക്കും കൂടാ? വർക്ക് 0 ആണ്. ഫസ്റ്റ് കേസിൽ വർക്ക് എന്തായിരിക്കും മക്കളെ? 0 എന്ന് വിളിക്കാം. 0 വർക്കാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എപ്പോഴും എന്തായിരിക്കും കൂടാ? 0 ആയിരിക്കും. ആൻഡ് ഓൾസോ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ, നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ മോഷനും അത് ഡിസ്പ്ലേസ്മെന്റും ഫ്രിക്ഷണൽ ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ആംഗിൾ എന്തായിരിക്കും കൂടാ? 180 ആണ്. ദാറ്റ് മീൻസ് വർക്ക് അവിടെ എന്തായിരിക്കും കൂടാ? നെഗറ്റീവ് ആയിരിക്കും. സെക്കൻഡ് നെഗറ്റീവ്. ക്ലിയർ അല്ലടാ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ടുവേർഡ്സ് സെന്റർ ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ ടുവേർഡ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ആൻഡ് ഓൾസോ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ഫ്രീലി ഫോളിംഗ് ബോഡി ആയതുകൊണ്ട് തന്നെ താഴോട്ടേക്ക് തന്നെ അല്ലേ? രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും മക്കളെ? സെയിം ആണ് അല്ലേ? ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ആംഗിൾ 0 ആണ്. പോസിറ്റീവ് വർക്കിന് എക്സാമ്പിൾ ആണ് പോസിറ്റീവ് വർക്ക്. ഓക്കെ, then work done by the applied force on a lifting object. ഒരു ബോഡി ഞാൻ എന്ത് ചെയ്യടാ? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യുകയാണ്. ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മുകളിലേക്കാണ്. ഇത് ബോഡി മൂവ് ചെയ്തും സെയിം ഡയറക്ഷനിലാണ്. ആംഗിൾ 0 അല്ലേ? സോ വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് വർക്കായിരിക്കും. ക്ലിയർ അല്ലേ? റൈറ്റ്. Then next question, അടുത്ത മക്കളെ ശ്രദ്ധിക്കുക. എ കാർ ആൻഡ് എ ലോറി ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി. ഒരു കാറിൻ്റെയും ലോറിയുടെയും കൈനറ്റിക് എനർജി സെയിം ആണ്. വിച്ച് വൺ വിൽ ഹാവ് ഗ്രേറ്റർ മൊമെൻറ്റം? എക്സ്പ്ലെയിൻ. ഏതിനാണ് മൊമെൻറ്റം കൂടുതൽ ഉണ്ടാവുക? അപ്പോൾ കൈനറ്റിക് എനർജിയും മൊമെൻറ്റം നമ്മൾ ഏതൊരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓൾറെഡി നമുക്കറിയാം, ഒരു ഡെറിവേഷൻ വഴി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? കൈനറ്റിക് എനർജി KE ഈസ് ഈക്വൽ ടു എന്തായിരുന്നു പഠിച്ചത്? ഒന്ന് റെസ്പോണ്ട് ചെയ്ത മക്കളെ. K ഈസ് ഈക്വൽ ടു P²/2m എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ? K = എന്തായിരിക്കും? P²/2 ആണ്. P എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്. ഒന്നും കൂടെ ഒന്ന് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ P = 2നെ റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ P = √2mke എന്ന് വിളിക്കാം. ബിക്കോസ് P² ആണ് 2mke എന്ന് വരിക. അപ്പോൾ P = √2mke ആണ്. ആക്ച്വലി ഇവിടെ കൈനറ്റിക് എനർജി രണ്ടിനും സെയിം ആണെന്ന് പറഞ്ഞു. ഇവിടെ ഇക്വേഷൻ ശ്രദ്ധിച്ചോടാ. മൊമെന്റവും കൈനറ്റിക് എനർജിയും കൈനറ്റിക് എനർജി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊമെന്റം ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കൂടാ? മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മൊമെന്റവും P is directly proportional to മാസ് അല്ലേ? അപ്പോൾ മാസ് കൂടിയ ഒബ്ജക്റ്റ് ഏതാണോ അതിനായിരിക്കും മൊമെന്റം കൂടുതൽ. നമ്മളോട് ചോദിച്ചിട്ട് വിച്ച് വൺ വിൽ ഹാവ് ഗ്രേറ്റർ മൊമെന്റം എന്നാ. ഏതിനാണ് കൂടുതൽ മൊമെന്റം ഉള്ളത്? ഇതിൽ ഏതിനായിരിക്കും മാസ് കൂടിയ ഒബ്ജക്റ്റ്. അപ്പോൾ കാറും ലോറിയും തന്നിട്ടുണ്ട്. അപ്പോൾ ലോറിക്കാണ് മാസ് കൂടുതൽ. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? മാസ് കൂടിയതായ ആ ലോറിക്കായിരിക്കും മൊമെന്റം കൂടുതൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ല മക്കളെ? റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം. എന്താണ് ഈ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്? വർക്കും അതേപോലെ തന്നെ എനർജിയും തമ്മിലുള്ള റിലേഷൻ, വർക്കും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ ആണ് മക്കളെ വർക്ക് എനർജി തിയറം. എന്താ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഒരു ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് എന്ന് പറയുന്നത് ആ ബോഡിക്ക് ഉണ്ടായ കൈനറ്റിക് എനർജിയിലെ ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിന് എന്തുകൂടെ വേണമായിരുടാ? ഒരു പ്രൂഫ് കൊടുക്കണമായിരുന്നു അല്ലേ? എന്താടാ നമ്മൾ പ്രൂഫ് കൊടുക്കുക? ഓൾറെഡി നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ആയിരുന്നു. ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയും v² - u² is equal to 2as അല്ലേ? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണത്. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ബൈ ഹാഫ് എം കൊണ്ട് ഞാൻ ഇക്വേഷനെ കംപ്ലീറ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കടാ, ഫസ്റ്റ് ടേം എന്തായിട്ട് മാറടാ? ½ mv² മൈനസ് ഹാഫ് എം കൊണ്ട് u² മൾട്ടിപ്ലൈ ചെയ്യാം. ½ mu² ഈസ് ഈക്വൽ ടു 2as ഇൻറ്റു ഹാഫ് എം അല്ലേ? ഓർ ½ m ഇൻറ്റു 2as ആണ്. ഇവിടെ ശ്രദ്ധിക്കടാ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൽ 2 വരുന്നുണ്ട് അല്ലേ? നമുക്ക് അവിടെ തന്നെ അതിനെ ക്യാൻസൽ ചെയ്യാം അല്ലേ? 2നെ ക്യാൻസൽ ചെയ്തു. പിന്നെ ½ mv² മൈനസ് ½ mu² ഈസ് ഈക്വൽ ടു m ഇൻറ്റു a ഇൻറ്റു s ആണ്. ½ mv² എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ അല്ലടാ? ഉറപ്പല്ലേ? സോ അതിനെ നമുക്ക് കൈനറ്റിക് എനർജി എന്ന് വിളിക്കാം. കൈനറ്റിക് എനർജി v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആയതുകൊണ്ട് അതിനെ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് വിളിക്കാം. തെറ്റുണ്ടോ? റൈറ്റ് അല്ലേ? മൈനസ് ½ mu² എന്ത് തന്നെയാടാ? കൈനറ്റിക് എനർജിയാ. അത് എപ്പോഴുള്ള കൈനറ്റിക് എനർജിയാ? ഇനീഷ്യൽ. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്ന് വിളിക്കാം. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി, അവിടെ ചേഞ്ച് അല്ലേ? യെസ്. അത് എന്തിന് ഈക്വൽ ആടാ? m ഇൻറ്റു a, മാസ് ഇൻറ്റു ആക്സലറേഷൻ അക്കോർഡിംഗ് ടു ആരായിരിക്കും? ന്യൂട്ടൺ സെക്കൻഡ് ലോ. ma എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോഴ്സ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ΔKE ഓർ കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? വർക്കാണ്. ഓക്കെ, നമ്മുടെ ഇക്വേഷനിൽ എത്തിയില്ലടാ? ക്ലിയർ അല്ലടാ? ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ, അല്ലെങ്കിൽ എന്തായിരിക്കും? വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫ് ആണ് അല്ലേ? എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നേ. കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലടാ? റൈറ്റ്. ഓക്കെ,
Okay, right. Next question. Show that the total mechanical energy of a freely falling body is constant. Important ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. കൂടുതൽ തവണ എക്സാമിന് ഈ ചാപ്റ്ററിൽ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മെക്കാനിക്കൽ എനർജി, ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കാം. എടാ ഞാനൊരു ബോഡിയെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാണ്. ഒരു ബോഡിയെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാണ്. ഞാനൊരു ഫിഗർ വരയ്ക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം മക്കളെ. റൈറ്റ്, ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തടാ ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്യുന്നു. റൈറ്റ്, ഇതാണ് എൻ്റെ ബോഡി. ഈ ഹൈറ്റ് ഞാൻ എന്ത് ചെയ്യണം, ആ ബോഡിയെ ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അത് താഴെ വരുന്നുണ്ട്, ഗ്രൗണ്ടിൽ എത്തുന്നുണ്ട്. ഗ്രൗണ്ടിൻ്റെ ഇടയിലുള്ള മൂന്ന് പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റിനെ ഞാൻ എന്തായിട്ട് വിളിച്ചിടാ, ഇവിടെ ഒരു പോയിന്റ്, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഗ്രൗണ്ടിൽ നിന്ന് ജസ്റ്റ് ബിഫോർ ഇറ്റ് ടച്ച് ദി ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റിനും ഞാൻ അതിന് പേര് കൊടുത്തിടാം. ഫസ്റ്റ് പോയിന്റിനെ ഞാൻ എ എന്ന് വിളിച്ചു, ആൻഡ് സെക്കൻഡ് പോയിന്റ് ഇസ് ബി, ആൻഡ് തേർഡ് പോയിന്റ് ഇസ് സി. ഓക്കെ, അപ്പോൾ ഈ ബോഡി എന്ത് ചെയ്യടാ ഡ്രോപ്പ് ചെയ്യാണ്. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി യു എന്തായിരിക്കും മക്കളെ, യു ഈക്വൽ ടു 0 എന്ന് വിളിക്കാം. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ പറഞ്ഞ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കോൺസ്റ്റന്റ് എന്ന് പ്രൂവ് ചെയ്യണം. മെക്കാനിക്കൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിലെ കൈനറ്റിക് എനർജി എത്ര, എ എന്ന് പറഞ്ഞ പോയിന്റിലെ ടോട്ടൽ എനർജി എത്രയാണോ, സെയിം എനർജി എവിടെ ഉണ്ടാവണം, ബിയിൽ ഉണ്ടാവണം, അതേപോലെ തന്നെ സിയിൽ ഉണ്ടാവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്തായിരിക്കും മെക്കാനിക്കൽ എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി ഈസ് കോൺസ്റ്റന്റ്. അതിനുവേണ്ടി ഞാൻ ഡ്രോപ്പ് ചെയ്ത സമയത്ത് എ മുതൽ ബി വരെയുള്ള ആ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എക്സ് എന്ന് വിളിച്ചു. എക്സ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് നിന്ന് ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ ഹൈറ്റിനെ ഞാൻ എച്ച് എന്നും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഹൈറ്റ് എന്തായിരുന്നാ, എച്ച് ആണ്. അപ്പോൾ ഹൈറ്റ് എച്ച് ആയിരുന്നു. എ ടു ബി ഉള്ള അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ബാക്കി ബി ടു സി എത്രയായിരിക്കും, എസ് എത്രയായിരിക്കും മക്കളെ, എച്ച് മൈനസ് എക്സ്. ഓക്കെ, എച്ച് മൈനസ് എക്സ്. ക്ലിയർ അല്ലടാ? റൈറ്റ്. ഓക്കെ, റെഡി. ദെൻ അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റിൽ അതിന്റെ എനർജി കണ്ടെത്താണ്. ടോട്ടൽ എനർജി കണ്ടെത്തണമെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി വേണം ആൻഡ് ഓൾസോ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അറ്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് മക്കളെ ശ്രദ്ധിക്കണേ. അറ്റ് എ പോയിന്റ് ഏതായിരുന്നാ, എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൈനറ്റിക് എനർജിയുടെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ. ക്ലിയർ അല്ലേ മക്കളെ? ഹാഫ് എം വി സ്ക്വയർ ആണ്. ആൻഡ് ഓൾസോ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് വെലോസിറ്റി ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് കൈനറ്റിക് എനർജി എന്തായിട്ട് നമുക്ക് വിളിക്കാം, 0 എന്ന് വിളിക്കാം. എ എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തില്ല, കൈനറ്റിക് എനർജി ഇല്ല. ജസ്റ്റ് അത് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. റൈറ്റ്, ഇനി എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൈനറ്റിക് എനർജി ഇല്ല. നെക്സ്റ്റ് എനർജി ഏതായിരിക്കും, പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എം ജി എച്ച് ആണ് അല്ലേ. അപ്പോൾ എം ഇൻറ്റു ജി ഇൻറ്റു ഇവിടെ ഹൈറ്റ് എത്രയാ, എയിലേക്കുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എച്ച്. വെരി ഗുഡ്. എം ജി എച്ച് ആണ്. റൈറ്റ്, mgh. Then total energy എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ആഡ് ചെയ്യേണ്ടടാ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി 0 നമ്മൾ പറഞ്ഞു, 0 പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്താടാ, mgh ആണ്. ദാറ്റ് മീൻസ് അറ്റ് എ ദ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mgh എന്ന് വിളിക്കാം. ഇക്വേഷൻ നമ്പർ 1 ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? റൈറ്റ്. ദെൻ നെക്സ്റ്റ് അതേപോലെ തന്നെ എയിലെ ടോട്ടൽ എനർജി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. നെക്സ്റ്റ് എവിടെ വേണടാ, ബിയിലെ ടോട്ടൽ എനർജിയാണ് അറ്റ് ബി. ശ്രദ്ധിക്കാം മക്കളെ, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ അവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് k ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ വി എന്ന് പറഞ്ഞ പോയിന്റ് വെലോസിറ്റി 0 ആണോ? ഒരിക്കലും ഇല്ല, കാരണം അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പോയിന്റ് അതിന് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി കണ്ടെത്താൻ വേണ്ടി ഞാൻ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ സ്ട്രൈറ്റ് ലൈനിൽ ആ ഇക്വേഷൻ എടുക്കുകയാണ്. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓർമ്മ ഉണ്ടായിരുന്നടാ, എസ് വി സ്ക്വയർ അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലേ. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി യു 0 അല്ലേ, അത് വേണ്ട, പോട്ടെ 2as ആണ്. 2 ഇൻറ്റു അണ്ടർ ഗ്രാവിറ്റി അല്ലേ, അവിടെ ആക്സലേഷൻ എന്തായിരിക്കും കൂടെ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ആക്സലേഷൻ മീൻസ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ നമുക്ക് എന്തായിട്ട് വിളിക്കാം, ജി എന്ന് വിളിക്കാം അല്ലേ. ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് ജി എന്തായിരിക്കും കൂടെ പോസിറ്റീവ് ആയി എടുക്കാം. 2 ഇൻറ്റു ജി ഇൻറ്റു എന്തായിരിക്കും കൂടെ ഡിസ്പ്ലേസ്മെന്റ്. അറ്റ് ബിയിൽ അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്രടാ, എയിൽ നിന്ന് ബിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു, എക്സ് ആണ്. 2g എക്സ് എന്ന് വിളിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ജി, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് വി സ്ക്വയർ. അപ്പോൾ വി സ്ക്വയർ നമ്മുടെ ഈ വാല്യൂ നമ്മൾ ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മക്കളെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക നോക്കടാ, കൈനറ്റിക് എനർജി k ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയറിന്റെ വാല്യൂ 2gx ആണ്. ഇക്വേഷനിൽ ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്റർ അവിടെ ആരുണ്ടടാ, 2 ക്യാൻസൽ ചെയ്യുക. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി k ഈസ് ഈക്വൽ ടു
mgx എന്ന് കിട്ടും. ഓക്കെ, ബി എന്ന് പറഞ്ഞ പോയിന്റിലെ കൈനറ്റിക് എനർജി കിട്ടി. എന്ത് എനർജി വേണടാ? പൊട്ടൻഷ്യൽ എനർജി. പി ഈസ് ഈക്വൽ ടു mgh ആണ് നമുക്കറിയാം. ദാറ്റ് മീൻസ് mg. ഹൈറ്റ് ശ്രദ്ധിക്കടാ, ബി എന്ന് പറഞ്ഞ പോയിന്റ് ഹൈറ്റ് h ഉണ്ടോ? h ഉണ്ടോടാ? ഇല്ലടാ. ഹൈറ്റ് എത്രയാ മാത്രമേ അവിടെ ഇല്ലടാ. ബി എന്ന് പറഞ്ഞ പോയിന്റിലെ ഹൈറ്റ് എന്ന് പറയുന്നത് h മൈനസ് എക്സ് ആണ്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, mg ഇൻറ്റു h മൈനസ് എക്സ്. mg കൊണ്ട് h നെ മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് എക്സ് നെ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു റൈറ്റ്, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mg ഇൻറ്റു h മൈനസ് എന്തായിരിക്കും മക്കളെ? mgx ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബിയിലെ ടോട്ടൽ എനർജി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂ. ടോട്ടൽ എനർജി ടി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. കൈനറ്റിക് എനർജിന്റെ വാല്യൂ mgx നമുക്ക് തന്നിട്ടുണ്ട്, പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചു. എന്തായിരിക്കും? mgh മൈനസ് mgx ആണ്. ഒന്ന് ടേം നോക്കടാ, mgx ഉണ്ട് മൈനസ് mgx ഉണ്ട്, ക്യാൻസൽ ചെയ്തൂടെ? ഈ mgxും മൈനസ് mgxും ക്യാൻസൽ ചെയ്തു. ദാറ്റ് മീൻസ് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ? mgh മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് നോക്കടാ, ഇക്വേഷൻ നമ്പർ 1 ഒന്ന് ശ്രദ്ധിക്കുക. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, രണ്ട് ഇക്വേഷൻ നിങ്ങൾ നോക്കി നോക്കടാ. 1ഉം 2ഉം എയിലും ബിയിലും ടോട്ടൽ എനർജി mgh അല്ലേ? ദാറ്റ് മീൻസ് മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ്. ഇനി നമുക്ക് വേണമെങ്കിൽ സിയിലും കൂടെ നോക്കാം. സിയിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി ബിക്കംസ് എന്തായിരിക്കും? നമുക്കറിയായിരുന്നു എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൈനറ്റിക് എനർജി 0 ആയിരുന്നു. അപ്പോൾ സി എത്താൻ അതിന്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് അല്ലേ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. സി എന്ന് പറഞ്ഞ പോയിന്റിലെ കൈനറ്റിക് എനർജി ഹാഫ് mv² എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറുക? പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് ആയിട്ട് കൈനറ്റിക് എനർജി മാറുമായിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി അവിടെ 0 ആണ് അല്ലേ? ബിക്കോസ് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട്. ആ സ്റ്റെപ്പ് കൂടെ ഞാൻ ഡിറൈവ് ചെയ്യുന്നില്ല. നമുക്ക് പ്രൂവ് ചെയ്യാൻ ഏതെങ്കിലും 2 പോയിന്റ് എടുത്താൽ മതി. ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സിയും കൂടെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാലും സെയിം എന്ത് കിട്ടൂടാ? mgh തന്നെ കിട്ടും. ഓക്കെ അല്ലേ? റൈറ്റ്. ഷോ ദാറ്റ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡീസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ, a stone of mass m is to be thrown to a height h. ഒരു സ്റ്റോൺ എന്ത് ചെയ്യടാ? m മാസിൽ ഒരു ബോഡി ഞാൻ മേലോട്ടേക്ക് എറിയാണ് h ഹൈറ്റിൽ. വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദ സ്റ്റോൺ? ഇനീഷ്യലി മാത്രമേ നമ്മൾ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുള്ളൂ, പിന്നെ അണ്ടർ ഗ്രാവിറ്റി ആണ് അത് മൂവ് ചെയ്യുന്നത് അല്ലേ? സോ അവിടെ ഉണ്ടാവുന്ന ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. A is equal to acceleration due to gravity. അപ്വേർഡ് മോഷൻ ആണ് ജി. നമ്മൾ എന്തായിട്ട് എടുക്കൂടാ? നെഗറ്റീവ്. എന്തുകൊണ്ടാണ്? വെലോസിറ്റി എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യായിരുന്നു അല്ലേ? ദാറ്റ് മീൻസ് ജി is equal to മൈനസ് ജി ആണ്. വാല്യൂ എന്തായിരിക്കൂടാ? മൈനസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ അല്ലേ? റൈറ്റ്. With what minimum velocity should it be thrown? Minimum velocity should it be thrown. നമുക്ക് അതിന് എറിയാൻ ആവശ്യം ഏറ്റവും കുറഞ്ഞ വെലോസിറ്റി. അത് h ഹൈറ്റിലാണ് പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ h ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് ഫൈനൽ വെലോസിറ്റി ഉണ്ടാവുമോ? ഇല്ല. മാക്സിമം ഹൈറ്റ് ആണ് അല്ലേ? ദാറ്റ് മീൻസ് അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. പിന്നെ അത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് വരികയാണ് അല്ലേ? അപ്പോൾ നമുക്കറിയായിരുന്നു ബിയുടെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ബി ഇത് എ ആയിരുന്നു. ആൻഡ് ബിയിൽ ഓൾറെഡി നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് അറിയാം. എന്തായിരിക്കും? v² is equal to u² plus 2as എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ v² ഇവിടെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. ദാറ്റ് മീൻസ് 0 is equal to u², അതായത് യുടെ വാല്യൂ നമുക്ക് കണ്ടെത്തുന്നത് അല്ലേ? അപ്പോൾ u² പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞ ആക്സലേഷൻ ഇവിടെ ജി ആണ്. 2 ഇൻറ്റു മൈനസ് ജി. ഓക്കെ റൈറ്റ്. 2 ഇൻറ്റു മൈനസ് ജി. ക്ലിയർ? യെസ്. എന്താടാ റൈറ്റ്. അനീസ് എന്താടാ പറയാ? എന്ത് ക്ലിയർ ആണോ? ക്ലിയർ അല്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച മക്കളെ, ഇവിടെ ശ്രദ്ധിക്കുക. ബോഡിയെ നമ്മൾ മുകളിലേക്ക് ത്രോ ചെയ്യാണ്. വാട്ട് ഈസ് ദ ആക്സലറേഷൻ എന്നാ ചോദിച്ചില്ലേ? ആക്സലറേഷൻ എന്തായിരിക്കും? ബോഡി മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് വിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്ത് വരികയാണ് അല്ലേ? വിയുടെ വാല്യൂ എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യാണ്. ഇനീഷ്യലി മാത്രമേ നമ്മൾ എന്ത് ചെയ്യണം? വെലോസിറ്റി അപ്ലൈ ചെയ്യുന്നുള്ളൂ. പിന്നെ ഡിക്രീസ് ചെയ്ത് മാക്സിമം ഹൈറ്റിൽ നമ്മൾ 0 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. വെലോസിറ്റി കുറയുന്നത് കൊണ്ട് ജിയുടെ വാല്യൂ എന്തായിട്ട് എടുക്കണം? നമ്മൾ നെഗറ്റീവ്. അതെങ്ങനെയാണ് മക്കളെ? നെഗറ്റീവ് ജി എന്ന് കിട്ടിയത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ എറിഞ്ഞ മിനിമം വെലോസിറ്റി എത്രയായിരിക്കും? യുടെ വാല്യൂ ആണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കുകയാണ്. v² is equal to u² plus 2as. അതിൽ v² 0 ആണ്. ഫൈനൽ വെലോസിറ്റി അപ്ലൈ ചെയ്തു. u² u കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലസ് 2 ഇൻറ്റു ജി ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാടാ? h എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? 2 ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ u² is equal to ഇവിടെ അറിയാം 2 ഇൻറ്റു മൈനസ് ജി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് 2gh ആണ്. അതിന് ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരിക. ദാറ്റ് മീൻസ് u² is equal to 2gh എന്ന് കിട്ടും. u² അല്ല നമുക്ക് കണ്ടത്, u ആണ്. ദാറ്റ് മീൻസ് u is equal to എന്തായിരിക്കും? √2gh എന്ന് കിട്ടും. യുവിൻ്റെ വാല്യൂ എന്തായിരിക്കും? √2gh. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ? എനിസ്
Okay, right. U is equal to root 2gh. Any third question. See, at what height does the kinetic energy and potential energy become equal? Already തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞിട്ടല്ലേ എന്താടാ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മൾ ബോഡിയെ ത്രോ ചെയ്യുന്ന സമയത്ത് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അതിന്റെ കൈനറ്റിക് എനർജി കുറഞ്ഞ് സീറോ. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ എനർജി കൂടിയിട്ട് മാക്സിമത്തിൽ എത്തുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നു അല്ലേ. അപ്പോൾ ഏത് പോയിന്റ് ആയിരിക്കും ആ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സെയിം ആവുന്നത്? അറ്റ് ദ മിഡ് പോയിന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് എന്തായിരിക്കും ആ സി ഇന്റെ ആൻസർ എന്തായിരിക്കും h/2. h ഹൈറ്റിലേക്കാണ് ഇത് പോകുന്നതെങ്കിൽ അതിന് മിഡ് പോയിന്റിലായിരിക്കും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്നത്. ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. അവിടെ നമുക്ക് വെലോസിറ്റി കണ്ടെത്തണം. എഗെയിൻ നമ്മൾ എന്താ വെലോസിറ്റി കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ച ഇക്വേഷൻ v² = u² + 2s ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, v² നമുക്കറിയില്ല, അതാ കണ്ടെത്തട്ടെ. v² = u² പ്ലസ് എന്താ u² വാല്യൂ ഇനീഷ്യലി നമ്മൾ അപ്ലൈ ചെയ്ത വാല്യൂ തൊട്ട് മുന്നേ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. u² u = എന്തായിരിക്കും u² = 2gh അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. u² എന്തായിരിക്കും മക്കളെ 2gh ആണ്. പ്ലസ് ഇൻറ്റു 2 ആക്സലറേഷൻ എന്തായിരിക്കും നെഗറ്റീവ് ആണ്. 2 - g s എത്രയാണ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്? ദാറ്റ് മീൻസ് h/2 ആണ്. ഇൻറ്റു h/2 എന്ന് കിട്ടും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 2gh മൈനസ് 2 ക്യാൻസൽ അല്ലേ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആരുടെ 2 ഉണ്ട് -gh എന്ന് കിട്ടും അല്ലേ. 2gh 2gh നിന്ന് 1gh കുറച്ചാൽ എത്രയാടാ? v² = gh ആണ്. v² അല്ല നമ്മൾ ചോദിച്ചിരിക്കുന്നത്, v ആണ്. അതിൻ്റെ റൂട്ട് എടുക്കുക. v = √gh എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? v എന്തായിരിക്കും √gh. ഓക്കെ അല്ലേ? റൈറ്റ്. Then next അതിലൊരു ക്വസ്റ്റ്യൻ കൂടെ പറയുന്നതാ, ഡ്രോ ഗ്രാഫിക്കലി ഇറ്റ്സ് വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിൻ്റെയും പൊട്ടൻഷ്യൽ എനർജിൻ്റെയും വേരിയേഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടില്ലേ, ഡെറിവേഷൻ്റെ സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ബോഡിയെ മുകളിലേക്കാണ് ത്രോ ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, ഫ്രീലി ഫോളിംഗ് ബോഡി അല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. ആ സമയത്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്തിടാ എക്സ് ആക്സിൽ നമ്മൾ അതിൻ്റെ ഹൈറ്റും വൈ ആക്സിസിൽ എനർജി എടുക്കുകയാണ്. എക്സ് ആക്സിൽ എന്തായിരിക്കും ഹൈറ്റ് ആണ് h, വൈ ആക്സിസിൽ ഞാൻ എനർജി എടുത്തു. ഓക്കെ, ഹൈറ്റ് 0 എന്ന പോയിന്റിൽ നമ്മൾ ബോഡിയെ ത്രോ ചെയ്യാൻ പോകുന്നു അല്ലേ. ദാറ്റ് മീൻസ് അവിടെയാണ് അതിൻ്റെ വെലോസിറ്റി മാക്സിമം ആകുന്നത്. വെലോസിറ്റി മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് കുറഞ്ഞ് 0 ആണ്. അപ്പം മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആയതുകൊണ്ട് കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ഓക്കെ, ദെൻ അതിൻ്റെ ഇനീഷ്യൽ പോയിന്റിൽ ഹൈറ്റ് 0 എന്ന കേസിൽ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. അപ്പോൾ അറ്റ് 0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും മാക്സിമം വാല്യൂ ആയിരിക്കും അല്ലേ. കൈനറ്റിക് എനർജി മാക്സിമം ആണ്. പിന്നെ എന്തിനാ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി 0 ആയിട്ട് മാറുന്നത്. ദാറ്റ് മീൻസ് ഹൈറ്റ് കൂടുന്ന കൈനറ്റിക് എനർജി കുറഞ്ഞ് 0 ആയിട്ട് മാറും. അറ്റ് ദ സെയിം പോയിന്റ് എന്താ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇനീഷ്യലി പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, ഹൈറ്റ് ഇല്ല. പിന്നെ ഹൈറ്റ് കൂടി പോകണം. mgh വാല്യൂ എന്താ ഇൻക്രീസ് ചെയ്ത് മാക്സിമം ആവുകയാണ്. പൊട്ടൻഷ്യൽ എനർജി ബിക്കം മാക്സിമം അല്ലെ. പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്ത് മാക്സിമം ആവുന്നു. ദാറ്റ് മീൻസ് ഇത് കൈനറ്റിക് എനർജീൻ്റെ ഗ്രാഫാണ്. ഇതെന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഗ്രാഫാണ്. മുകളിൽ കാണിക്കുന്നതായിരിക്കും ടോട്ടൽ എനർജി ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ടോട്ടൽ എനർജി. അത് നമ്മളോട് ചോദിച്ചിട്ടില്ല എങ്കിലും എന്തായിരിക്കും ഇത് ടോട്ടൽ എനർജി. ക്ലിയർ അല്ല മക്കളെ? ഓക്കെ അല്ലേ? Right. Then next question. A pump on the ground floor of a building can pump up water to fill tank of volume 30 meter cube in 15 minutes. If the tank is 40 meter above the ground and the efficiency of the pump is 30%, how much electric power consumed by the pump? എത്ര ഇലക്ട്രിക് പവർ ആണ് എന്തിടാ ആ പമ്പ് യൂസ് ഇലക്ട്രിക് പവർ ആണ് ആ പമ്പ് യൂസ് ചെയ്തതാണ് ചോദിച്ചത്. അതിൻ്റെ എഫിഷ്യൻസി നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു 30% ആണ്. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള ടേംസ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതടാ. എന്താ ചെയ്യുക? ഫസ്റ്റ് തന്നെ വോളിയം v തന്നിട്ടുണ്ടായിരുന്നു. v = 30 meter cube. ഓക്കെ അല്ലേ? റൈറ്റ്. ടൈം t തന്നിട്ടുണ്ട്. t = 15 minutes ആണ്, 15 മിനിറ്റ്. ദാറ്റ് മീൻസ് അതിനെന്തെങ്കിലും സെക്കൻഡിലേക്ക് മാറ്റണം. 15 × 60 വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 15 മിനിറ്റ് ആണ്. മിനിറ്റ് എന്നുള്ളത് അല്ലേ, മിനിറ്റ്. അതിനെ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 50 × 60 ആണ്. ദാറ്റ് മീൻസ് 900 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, if the tank is 40 meter above the ground, ടാങ്കിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 40 മീറ്റർ ആണ്. എച്ചിൻ്റെ വാല്യൂ 40 മീറ്റർ. ഓക്കെ, റൈറ്റ്. The efficiency of the pump is efficiency ഈറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എഫിഷ്യൻസി എന്നാൽ നമുക്കറിയാം റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ടു ഇൻപുട്ട് പവർ ആണ്. എഫിഷ്യൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 30% ആണ്, ഓർ 30/100 എന്ന് വിളിക്കാം, ഓർ 3/10 എന്ന് വിളിക്കാം. റൈറ്റ്. ദെൻ ഹൗ മച്ച് ഇലക്ട്രിക് പവർ കൺസ്യൂംഡ് ബൈ ദ പമ്പ്? ഇലക്ട്രിക് പവർ ആണ് അല്ലേ, എന്ന് വെച്ചാൽ പവർ ഇൻപുട്ട് ആണ്. അപ്പോൾ പവർ ഇൻപുട്ട് വരുന്ന ഏതെങ്കിലും റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, പഠിച്ചിട്ടുണ്ട് അല്ലേ. എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ പവർ ഇൻപുട്ട് ആണ്.
ഓക്കെ, അപ്പോൾ ഇൻപുട്ട് പവർ കാണണമെങ്കിൽ നമുക്ക് എന്താ അറിയണം, എഫിഷ്യൻസി അവിടെ തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് പവർ കണ്ടെത്തണം. എത്രത്തോളം അവിടെ ഔട്ട്പുട്ട് പവർ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അല്ലേ. സോ ഔട്ട്പുട്ട് പവറിന്റെ ഇക്വേഷൻ എന്താ, പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം നമുക്കറിയാം. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ പവർ ഔട്ട്പുട്ട് ആണ്. പവർ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ വർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം, വർക്ക് ഈസ് ഈക്വൽ ടു mgh. പെർട്ടിക്കുലർ ഹൈറ്റിലേക്കാണ് എന്ത് ചെയ്യണം, ഈ പമ്പ് വാട്ടറിന് എന്ത് ചെയ്യുന്നത്, ഫിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ mgh ആയിരിക്കും. ദാറ്റ് മീൻസ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് അവിടെ വർക്കായിട്ട് മാറുന്നത്. സോ mgh ഡിവൈഡഡ് ബൈ ടി പവർ കാണാൻ. അതിൽ mgh മാസ് ഇവിടെ തന്നിട്ടുണ്ടോ, ഇല്ല. ജിയുടെ വാല്യൂ h നമുക്കറിയാം. എമ്മിന്റെ വാല്യൂ ഇവിടെ ശ്രദ്ധിക്കണം മക്കളെ, നമുക്ക് എന്താ തന്നിട്ടില്ല, വാട്ടറിന്റെ ആ വോളിയം തന്നിട്ടുണ്ട്, 30 m3 ആണ്. അപ്പോൾ എം വോളിയം വരുന്ന ഏതോ റിലേഷൻ നമുക്കറിയാം, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. വാട്ടറിന്റെ ഡെൻസിറ്റി നമുക്ക് തരണമെന്നില്ല, നമ്മൾ അറിഞ്ഞിരിക്കണം, അത് 1000 ആണ് അല്ലേ. സോ ആ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസിന് പകരം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. മാസ് m ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്, റോ into v എന്ന് കിട്ടാം. ഓക്കെ, റോയുടെ വാല്യൂ 1000 ആണ്. ദാറ്റ് മീൻസ് 1000 into വോളിയം നമുക്കറിയാം, വോളിയം ഈസ് ഈക്വൽ ടു എത്രയാടാ, 30 ആണ്. ദാറ്റ് മീൻസ് ഈ ഇക്വേഷൻ ഒന്നും കൂടെ ഒന്ന് മൊഞ്ചാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം 3 × 10⁴ എന്ന് വിളിക്കാം. ഓക്കെ, മാസ് ആണ്, അത്രയും കിലോഗ്രാം. റൈറ്റ്, മാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് പവർ കാണാം. പി ഔട്ട് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ mക്കളെ, പി ഔട്ട് ഈസ് ഈക്വൽ ടു mgh. എമ്മിൻ്റെ വാല്യൂ 3 × 10⁴ ആണ്. ജിയുടെ വാല്യൂ നമുക്കറിയാം, 10 ആയിട്ട് എടുക്കുക. 10 ഇൻറ്റു ഹൈറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ് ക്വസ്റ്റ്യൻ, എത്രയാണ് ഹൈറ്റ് തന്നത്, h ഈസ് ഈക്വൽ ടു 40 ആണ്. 40 ഓൾ ഡിവൈഡഡ് ബൈ ടൈം 900 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. റൈറ്റ്, അപ്പോൾ 900 എവിടെയുള്ള ഈ 0, ഈ 0 0 ക്യാൻസൽ ആയില്ലടാ. പിന്നെ 4 × 3 × 10⁴ ഡിവൈഡഡ് ബൈ 9. അതിൽ 3ഉം 9ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ ഡിനോമിനേറ്ററിൽ 3 വരും. ദാറ്റ് മീൻസ് നമ്മുടെ വാല്യൂ ഔട്ട്പുട്ട് പവർ ഈസ് ഈക്വൽ ടു 4/3 × 10⁴ എന്ന് കിട്ടും. ഓക്കെ, ഔട്ട്പുട്ട് പവർ ആണ് കിട്ടിയിരിക്കുന്നത്, 4/3 × 10⁴. ഔട്ട്പുട്ട് പവർ ആണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഒരിക്കലും അല്ല. നമുക്ക് വേണ്ടത് എന്തായിരുന്നടാ, യെസ്, ഇൻപുട്ട് പവർ ആണ്. അപ്പോൾ ഇൻപുട്ട് പവറിന്റെ ഇക്വേഷൻ, പവർ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു പി ഇൻപുട്ട് ഈസ് ഈക്വൽ ടു, റൈറ്റ്, എന്തായിരുന്നടാ, ഓൾറെഡി ഔട്ട്പുട്ട് പവർ പി ഔട്ട് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഇ ആണ്. ഔട്ട്പുട്ട് പവർ ഓൾറെഡി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, 4/3 × 10⁴ ആണ്. ദാറ്റ് മീൻസ് 4/3 × 10⁴ ഓൾ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, 30/100 ആണ്. അല്ലെങ്കിൽ നമുക്ക് 3/10 എന്ന് വിളിക്കാം, 3/10 ആണ്. അപ്പോൾ എന്താ, നമുക്ക് റെസിപ്രോക്കലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 10 അങ്ങ് മേലെ പോകും, 10⁴ എന്നുള്ള 10⁵ ആയിട്ട് മാറും. 4 ഡിവൈഡഡ് ബൈ 9, 4 വിച്ച് ഈസ് ഈക്വൽ ടു 4/9 × 10⁵. 4/9 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.444 ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ട് അല്ലേ, × 10⁵ എന്ന് കിട്ടും. ഓക്കെ, അത്രയും എന്തായിരിക്കും വാട്ട് എന്ന് വിളിക്കാം. വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 44.4 × 10�3 വാട്ട്സ്, അല്ലെങ്കിൽ 10�3 നമുക്ക് കിലോ എന്ന് വിളിക്കാം. 44.4 × 44.4 കിലോ വാട്ട് എന്ന് പറയാം. ഇതായിരിക്കും എന്ത് ചെയ്യടാ, അതിന് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ട പവർ എന്ന് പറയും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലടാ. റൈറ്റ്, ദെൻ എന്താടാ, ഓക്കെ അല്ലേ. റൈറ്റ്, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കേടാ, ശ്രദ്ധിക്കടാ മക്കളെ. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Several games such as billiards, marbles or caroms involve collision. What is meant by completely inelastic collision? എന്തായിരിക്കും inelastic collision എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ inelastic collision എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എനി ടു ബോഡീസ്. ഏത് രണ്ട് ബോഡികൾ തമ്മിൽ ഇന്ററാക്ഷൻ. ഫിസിക്സിൽ അത് രണ്ട് രീതിയിൽ നടക്കും അല്ലേ, വിത്ത് ഫിസിക്കൽ കോണ്ടാക്റ്റും വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മെന്റ് ബൈ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്നാണ് ചോദിച്ചത്. ഓക്കെ, ആ കൊളിഷനെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇലാസ്റ്റിക് കൊളിഷൻ ആൻഡ് ഓൾസോ ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഈ ഇൻഇലാസ്റ്റിക് കൊളിഷനെ ഒന്നും കൂടെ നമുക്ക് സബായിട്ട് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ കൂടെ വിളിക്കാം. ഓക്കെ, അങ്ങനെയാണ് 3 ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മക്കളെ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്തായിരിക്കും കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷന്റെ 2 കണ്ടീഷൻ ഉണ്ട്. എന്തായിരിക്കും അവിടെ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും, എന്ത് കൺസേർവ്ഡ് ആയിരിക്കില്ല, കൈൻഡ് ഈസ് നോട്ട് കൺസേർവ്ഡ്. മാത്രം പറഞ്ഞാൽ മതിയോ, പോരാ. കൊളിഷന് ശേഷം രണ്ട് ബോഡികൾ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ കൊളിഷന് ശേഷം ഇത് രണ്ട് മൂവ് ചെയ്ത് എന്തായിരിക്കും ഒരു സിംഗിൾ സിസ്റ്റം ആയിട്ടായിരിക്കണം. ഓക്കെ, ആഫ്റ്റർ കൊളിഷൻ ദ പാർട്ടിക്കിൾസ് സ്റ്റിക്ക് ടുഗദർ ആൻഡ് മൂവ്സ് ആസ് എ സിംഗിൾ സിസ്റ്റം. അത്തരം ടൈപ്പ് കൊളിഷനെ നമ്മൾ എന്തായാലും വിളിക്കുക കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഓർ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് വിളിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി.
show that in a perfectly elastic collision in one dimension, the relative velocity after collision is numerically equal to relative velocity before collision. Okay, that means collision മുമ്പ് രണ്ട് ബോഡിക്ക് ഉണ്ടാവുന്ന വെലോസിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കൊളിഷന് ശേഷം ആ ബോഡിക്ക് ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ഡിഫറൻസ്. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക മക്കളെ, ശ്രദ്ധിച്ചിരുന്നോളെ. രണ്ട് ബോഡി ഞാനിവിടെ വരയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു എ എന്ന് പറഞ്ഞൊരു ബോഡി ആൻഡ് ഓൾസോ ബി. ഇത് എ ആണ്, ഇത് ബി ആണ്. ഓക്കെ, രണ്ടും കൂടെ എന്ത് ചെയ്യടാ, കൂട്ടിമുട്ടാണ് കൊളിഷൻ സംഭവിക്കാൻ. കൊളിഷന് ശേഷം എ മൂവ് ചെയ്യുന്നുണ്ട്, ഇത് എ ആണ്, ഇത് ബി ആണ്, ആൻഡ് ഓൾസോ ബിയും മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു, ബി മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, എയുടെ ഇനീഷ്യൽ വെലോസിറ്റിയെ ഞാൻ u1 എന്ന് വിളിച്ചു, ബിയുടെ വെലോസിറ്റിയെ u2 എന്നും വിളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, കൊളിഷന് ശേഷം എയുടെ വെലോസിറ്റി v1 ആയിട്ട് മാറി, ബിയുടെ വെലോസിറ്റി എന്തായിട്ട് മാറിയടാ, v2 ആയിട്ട് മാറി. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരുന്നു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ വൺ ഡയമെൻഷൻ, ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണ് കൊളിഷൻ ഇലാസ്റ്റിക് ആണ്. രണ്ട് കണ്ടീഷൻ ഉണ്ടായിരുന്നു, മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കണം, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കണം. ഇനീഷ്യൽ നമ്മളിത് കാണുന്നത് എപ്പോഴാണ്, ബിഫോർ കൊളിഷൻ ആണ്. ബിഫോർ എന്തായിരിക്കും മക്കളെ, കൊളിഷൻ. റൈറ്റ്, ഇതെപ്പോഴാണ്, ഡ്യൂറിങ് കൊളിഷൻ ആണ്, കൊളിഷൻ നടക്കുന്ന സമയത്ത് അല്ലേ, കൊളിഷൻ. റൈറ്റ്, ആൻഡ് ഓൾസോ ആഫ്റ്റർ കൊളിഷൻ, ആഫ്റ്റർ കൊളിഷൻ. ക്ലിയർ അല്ലേ മക്കളെ, ക്ലിയർ അല്ലേ? റൈറ്റ്. ഇനി കൊളിഷന് മുമ്പ് നമ്മൾ പറയുന്നത് ഇവിടെ മൊമെന്റവും കൺസേർവ്ഡ് ആയിരിക്കണം, അതേപോലെ എന്തായിരിക്കും എനർജിയും കൺസേർവ്ഡ്. മൊമെന്റം കൺസേർവ്ഡ് തന്നെ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ഇവിടെ ബിഫോർ എയും ബിയും രണ്ട് പാർട്ടിക്കിൾ ഉണ്ട് അല്ലേ, രണ്ടിൻ്റെയും മൊമെന്റം ആഡ് ചെയ്യുക. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റം പ്ലസ് രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റം. ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്ക് അറിയായിരുന്നു, എം വി ആയിരുന്നു, മാസ് ഇൻറ്റു വെലോസിറ്റി. ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മാസിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം, ഇവിടെ മാസിനെയും കൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് മാസിനെ m1, ഇതിനെ m2 എന്ന് വിളിക്കാം. മാസ് കൊളിഷന് ശേഷം ചേഞ്ച് ആവുന്നില്ല, അപ്പോൾ ഇതിനെന്തായിരിക്കും m1 ആണ്, ഇത് m2 ആണ്. ദാറ്റ് മീൻസ് എന്തായിരിക്കും ഫസ്റ്റ് ബോഡിയുടെ മൊമെന്റം എന്ന് പറഞ്ഞാൽ m1 ഇൻറ്റു u1, m1 ഇൻറ്റു u1 പ്ലസ് ടോട്ടൽ മൊമെന്റം ബിഫോർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റം m2 ഇൻറ്റു u2. അത് രണ്ടും എന്തിന് ഈക്വൽ ആയിരിക്കണം, ആഫ്റ്റർ കൊളിഷൻ അതിന്റെ മൊമെന്റത്തിന് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് m1 v1 പ്ലസ് m2 v2 ആയിരിക്കണം. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്താൽ ഈ m1ന്റെ ടേമിനൊക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും m2ന്റെ ടേമിനൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യാം. m1 ഇൻറ്റു u1, m1 v1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരും, മൈനസ് m1 ഇൻറ്റു v1 ഈസ് ഈക്വൽ ടു m2 v2 മൈനസ് m2 u2 എന്ന് പറയും. കിട്ടും. ക്ലിയർ അല്ലടാ? റൈറ്റ്, ഓക്കെ അല്ലേ മക്കളെ? റൈറ്റ്. ഇനി ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ആ ഇക്വേഷനിൽ നിങ്ങൾ നോക്കടാ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ m1 u1 മൈനസ് m1 v1 കോമൺ ആയിട്ട് ആരുണ്ടാ, m1 ഉണ്ട്, ഔട്ട് സൈഡ് എടുക്കുക. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരുണ്ടായിരുന്നടാ, m2 ഉണ്ടായിരുന്നു, അതിനെ ഔട്ട് സൈഡ് എടുക്കുക. ദാറ്റ് മീൻസ് m1 ഇൻറ്റു u1 മൈനസ് v1 ഈസ് ഈക്വൽ ടു m2 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ m2 ഇൻറ്റു v2 മൈനസ് u2. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇക്വേഷൻ നമ്പർ 1 ഓർത്തിരിക്കാം. അപ്പോൾ കൊളിഷൻ ഇലാസ്റ്റിക് ആണെങ്കിൽ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളിഷൻ. അപ്പോൾ ബിഫോർ കൊളിഷൻ അതിൻ്റെ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഒന്നാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി m1 u1 സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു എന്തായിരിക്കും മക്കളെ, m2 u2 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഹാഫ് ഇൻറ്റു m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m2 v2 സ്ക്വയർ. ഇക്വേഷൻ്റെ എല്ലാ ടൈമിലും ഹാഫ് കോമൺ ആയതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ എന്ത് ചെയ്യണം, ഹാഫിനെ ക്യാൻസൽ ചെയ്യാം. എല്ലാം ഹാഫ് ക്യാൻസൽ ചെയ്തു. ഇനി എന്താ, m1ന്റെ ടേമിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരാം, m2ന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകും അല്ലേ. ദാറ്റ് മീൻസ് എന്തായിട്ട് മാറുക, ഫസ്റ്റ് വൺ m1 u1 സ്ക്വയർ. ഇനി m1ന്റെ ടേം അവിടെ ഉണ്ടോ, ഇല്ല, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരിക, മൈനസ് m1 v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു m2ന്റെ ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ m2 v2 സ്ക്വയർ മൈനസ് m2 u2 സ്ക്വയർ കിട്ടി. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത അതേ ടേം തന്നെ m2ന് ഔട്ട് സൈഡ് എടുക്കുക, m1ന് ഔട്ട് സൈഡ് എടുക്കുക. m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഓക്കെ, ക്ലിയർ അല്ലടാ? ഓക്കെ അല്ലേ? ദെൻ ഇനി നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്, ഇവിടെ ശ്രദ്ധിക്കടാ, ഒന്നാമത്തെ ടൈം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നോക്കിക്കഴിഞ്ഞാൽ u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ആൻഡ് ഓൾസോ v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ എവിടെയോ നമുക്കൊന്ന് സ്ട്രൈക്ക് ചെയ്യുന്നില്ലേ? യെസ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോർമുലയാണ്. അതിൽ നമ്മൾ എന്താ ചെയ്തടാ, a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന രീതിയിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, അങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ m1 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ദാറ്റ് മീൻസ് u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 എന്ന് കിട്ടും അല്ലേ, ഈസ് ഈക്വൽ ടു m2. അതിന് എങ്ങനെ മാറ്റടാ, m2 ഇൻറ്റു v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2. ഓക്കെ അല്ലേ?
ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഇക്വേഷൻ നമ്പർ 2. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 1 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 2 എഴുതാം. എന്തായിരിക്കും m1 ഇൻറ്റു u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 is equal to m2 into v2 plus u2 into right 2 minus u2. Okay, all divided by equation number 1. തൊട്ട് മേലെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ടുണ്ടല്ലേ, m1 into u1 minus v1 is equal to റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരിക്കും m2 into v2 minus u2. ഓക്കെ അല്ലേ? ഇനി നോക്കടാ ലെഫ്റ്റ് ഹാൻഡ് ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിൽ നോക്കി കഴിഞ്ഞാൽ m1 ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഓൾസോ u1 മൈനസ് v1 ഉണ്ട്, ഇവിടെ u1 മൈനസ് v1 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. m2 ക്യാൻസൽ ചെയ്യാം. v2 മൈനസ് u2 ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരാടാ ഉള്ളത് നോക്കടാ, u1 പ്ലസ് v1 is equal to v2 plus u2. യുവിൻ്റെ ടൈമിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരിക, വിൻ്റെ ടൈമിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ശ്രദ്ധിക്കണേ, യുവിൻ്റെ ടൈമിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും അതേപോലെ തന്നെ വിൻ്റെ ടൈമിനെ റൈറ്റ് ഹാൻഡ് സൈഡിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ടേം എന്തായിരിക്കും u1 മൈനസ് u2 is equal to v2 മൈനസ് v1. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കടാ. u1 മൈനസ് u2 is equal to v2 മൈനസ് v1. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരുന്നത്, റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളിഷൻ is equal to റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളിഷൻ. റൈറ്റ് അല്ലേ? ശരിയല്ലേ മക്കളെ? ഓക്കെ അല്ലേ? റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ അല്ലേടാ? ദെൻ അതാണ് മക്കളെ ഈ ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ. നമ്മുടെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എല്ലാ സെഷനും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കാം, നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചോളാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ മറ്റൊരു ചാപ്റ്ററിലേക്ക് മക്കളെ കടക്കുന്നത് ഏതായിരിക്കും? ഗ്രാവിറ്റേഷൻ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്ത സെക്ഷനാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, ഗ്രാവിറ്റേഷനും നമുക്കറിയാം വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഒരുപാട് ഡെറിവേഷൻസ് കൂടുതലുണ്ട്, പക്ഷേ നമുക്ക് എളുപ്പത്തിൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലേ? പറ്റണം. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? റൈറ്റ്. ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, every object in the universe attracts every other object. ഈ യൂണിവേഴ്സിലെ എല്ലാ ബോഡിയും എന്താ മറ്റൊരു ബോഡിയെ അട്രാക്ട് ചെയ്യുന്നു അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞതാടാ? യെസ്, നമ്മൾ ഓൾറെഡി പഠിച്ച ന്യൂട്ടൻ്റെ ലോ അല്ലേ? ന്യൂട്ടൻ്റെ എന്താ ഗ്രാവിറ്റേഷണൽ ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വാട്ട് ഫാക്ടേഴ്സ് ഡസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ്? അപ്പോൾ പറയണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയാനാണ് അല്ലേ? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ന്യൂട്ടൺ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, F is equal to G into m1 m2 divided by r square. നമ്മൾ പഠിച്ചതല്ലേ? F proportional to product of their masses and inversely proportional to square of the distance എന്നാണ്. അങ്ങനെയാണെങ്കിൽ F ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഒന്നാമത് നോക്കടാ, ആരെയാടാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ F എന്ന് പറഞ്ഞ കാര്യം മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ആ രണ്ട് ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഒന്നാമത്തെ ഫാക്ടർ ആരെ ഡിപ്പെൻഡ് ചെയ്ത്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത് എന്തായിരിക്കും? സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, അവരുടെ ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ഡിസ്റ്റൻസിനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും മാസിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്തേ. ഓക്കെ അല്ലേ? റൈറ്റ്. Then next question, write two characteristics of gravitational force. Write two characteristics എന്ന് പറഞ്ഞാൽ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് വേണമെങ്കിലും നമുക്ക് പറയാം അല്ലേ? ഒരുപാടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രണ്ടെണ്ണമാണ് ചോദിച്ചില്ലേ? നമുക്കറിയാടാ, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഒന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് പറയാം, അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ? ആൻഡ് ഓൾസോ വിച്ച് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട് അല്ലേ? ഒന്നുകൂടി പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ? ആൻഡ് ഓൾസോ നമുക്കറിയാം എന്തായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, അത് സെൻട്രൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൻട്രൽ ഫോഴ്സ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ദി വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നാച്ചർ. വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. എല്ലാ ബോഡിയും തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് അല്ലേ? ഞാൻ ഈ പെന്നും തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്യടാ ഈ ഡെസ്കും തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. എന്നിട്ട് അട്രാക്ട് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതൊരു വീക്കസ്റ്റ് ഫോഴ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? റൈറ്റ്. ക്ലിയർ? ദെൻ അതിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ് ആണ് നമ്മൾ ചോദിച്ചത്. ഏതെങ്കിലും രണ്ട് പോയിന്റ് നമുക്ക് പറയാം. ദ മാസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ സി ക്വസ്റ്റ്യൻ ആണ്. ദ മാസ് ഓഫ് എ പ്ലാനറ്റ് ഈസ് 1020 കിലോഗ്രാം വൈൽ ഇറ്റ്സ് റേഡിയസ് ഈസ് 5000 കിലോമീറ്റർ. What will be the gravitational force experienced by spacecraft of mass 2200 kilogram standing on its surface? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്താ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ F is equal to G m1 m2 divided by r square എന്ന ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. F കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി F is equal to വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് മക്കളെ. ജിയുടെ വാല്യൂ 6.67 അറിഞ്ഞിരിക്കണേ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. 6.67 ഇൻറ്റു 10⁻⁻11 ജി ഇൻറ്റു m1 m2 മാസ് തന്നിട്ടുണ്ടാ. ഫസ്റ്റ് വൺ പ്ലാനറ്റിന്റെ മാസ് എത്രയാടാ? 1020 ഇൻറ്റു ദെൻ എന്തായിരിക്കും സ്പേസ് ക്രാഫ്റ്റിന്റെ മാസ് എത്രയായിരുന്നടാ? 2000 ആണ്. 2000 ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ അവിടെ 5000 കിലോമീറ്റർ ആണ്. അപ്പോൾ 5000 ഇൻറ്റു 10⁻⁻
മീറ്റർ എന്ന് വിളിക്കുക അല്ലേ. ദാറ്റ് മീൻസ് 5 × 10⁶ ആണ് അല്ലേ. അത്രയും മീറ്റർ ആയിരിക്കും എന്തായിരിക്കും അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്വയർ ആണ്, സ്ക്വയർ ചെയ്യാം. ഓക്കെ, ദെൻ എഗെയിൻ നമ്മളൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6.67 × 10⁻11 ഇൻറ്റു അവിടെ ശ്രദ്ധിക്കടാ 1020 അല്ലേ, 1020 × 200 അല്ലേ. അതിന് 2 × 102 അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എൻ്റെ 0 10ൻ്റെ പവറിനെ ഞാൻ മാറ്റി നിർത്തി. ദാറ്റ് മീൻസ് 204 × 10⁻2 എന്ന് എഴുതി. തെറ്റുണ്ടോ? റെഡി അല്ലടാ? യെസ്. ദെൻ ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലൈ ചെയ്താണ് 200 ഞാൻ എന്തിനാ 1020 മൾട്ടിപ്ലൈ ചെയ്ത് 10ൻ്റെ പവറിനെ മാറ്റി നിർത്തിയെന്നുള്ളൂ. 5 × 10⁻6 സ്ക്വയർ ആണ്. 5ൻ്റെ സ്ക്വയർ എത്രയായിരുന്നു മക്കളെ? 25 ആണ്. ഇൻറ്റു 10⁻6 സ്ക്വയർ എത്രയാണ് മക്കളെ? 10⁻12 ആയിട്ട് വിളിക്കാം. ഇൻറ്റു 10⁻12 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി എന്തിനാ 10⁻12നെ മേലോട്ട് കൊണ്ടുപോവാ. അവിടെ 204 ഡിവൈഡഡ് ബൈ 25 ഉണ്ട് അല്ലേ. 200ൽ 25 എത്ര ടൈംസ് പോകൂടാ? യെസ്, 25 8 ടൈംസ് പോകും അല്ലേ. ഇനി 204ൽ ആക്ച്വലി 8 ടൈംസ് മതി. എന്തിനാ ഒന്നും കൂടെ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വിച്ച് ഈസ് ഇക്വൽ ടു ഫോഴ്സ് F ഈസ് ഇക്വൽ ടു 6.67 × 10⁻11 അവിടെ ഉണ്ട്. ദെൻ 204നെ എന്തുകൊണ്ടാ 25 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8.16 ആ കിട്ടുക. ഓക്കെ, അപ്പോൾ 200നെ 25 ഡിവൈഡ് ചെയ്ത് 8 ആണ് നമുക്കറിയാം. എക്സാക്ട്ലി 8.16 ഇൻറ്റു 10ൻ്റെ പവർ നോക്കുക. ഓൾറെഡി അവിടെ ആരുണ്ടായിരുന്നു? 10⁻2 ഉണ്ടായിരുന്നു. ഡിനോമിനേറ്റർ 10⁻12 ഉണ്ടായിരുന്നു. 10⁻12 മുകളിലേക്ക് വരുമ്പോൾ 10⁻−12 ആവും. -12ഉം 2 എന്തായിരിക്കും 10⁻−9 എന്ന് കിട്ടും. ഓക്കെ, റൈറ്റ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 8.16 കൊണ്ട് 6.67നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 54.4 എന്ന് കിട്ടും. എന്നിട്ട് 54.4 ഇനി 10⁻−11ഉം ആൻഡ് 10⁻9 -9 ഉണ്ട്. ആഡ് ചെയ്ത് നോക്കടാ എത്രടാ? ഇൻറ്റു 10⁻−20 എന്ന് കിട്ടും. അത്രയും ന്യൂട്ടൺ ആണ്. ഇതാണ് മക്കളെ ആൻസർ. ഓക്കെ, എക്സാക്ട് വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? 8.16നെ എതിരാ 6.67 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 8ന് നമ്മൾ എന്തിടാ? 8നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് 54 കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ എക്സാക്ട് അതിൻ്റെ വാല്യൂ 54.4 എന്നായിരിക്കും. ക്ലിയർ? റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം മക്കളെ. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? Right, next question. Define acceleration due to gravity of the earth and obtain the expression for acceleration due to gravity on the surface of earth. Okay, acceleration due to gravity എന്താണ്? അല്ലേ? Which is the acceleration produced due to gravitational force. Gravitational force കൊണ്ടുണ്ടാവുന്ന acceleration ആണ് നമ്മൾ എന്താ വിളിക്കുക? Acceleration due to gravity. അതിൻ്റെ എന്തായിരിക്കും? സർഫസിൽ acceleration due to gravityയുടെ എക്സ്പ്രഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ബോഡി എർത്തിൻ്റെ സർഫസിൽ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു ബോഡി എന്താടാ? എർത്തിൻ്റെ സർഫസിലാണ്. എർത്തിൻ്റെ സർഫസിൽ ഒരു ബോഡി ഉണ്ട്, ഇവിടെ കിടക്കുകയാണ്. ആ ബോഡിയുടെ മാസിനെ ഞാൻ സ്മോൾ ലെറ്റർ എം എന്ന് വിളിച്ചു. എർത്തിൻ്റെ മാസിനെ ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് വിളിച്ചു. എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ. അതിൻ്റെ വാല്യൂ നമുക്ക് അറിയായിരുന്നു അല്ലേ? 6400 കിലോമീറ്റർ. റേഡിയസ് എന്തായിരിക്കും? ആറുമാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ മാസിനെ ബോഡി എന്ത് ചെയ്യണം? ടുവേർഡ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് അട്രാക്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിന് ആ മാസിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. ദാറ്റ് മീൻസ് അതിൻ്റെ വെയിറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് അല്ലെങ്കിൽ അത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? M × G ആണ്. ഇക്വേഷൻ നമ്പർ 1. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്ലിയർ? ആ എം എന്ന് പറഞ്ഞ ബോഡിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ദെൻ ആൻഡ് ഓൾസോ എന്തായിരിക്കും മക്കളെ? അതേപോലെ തന്നെ ഈ ബോഡിയും എർത്തും തമ്മിൽ എന്താ? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F ഈസ് ഇക്വൽ ടു എന്തായിരിക്കും? F ഈസ് ഇക്വൽ തൊട്ട് വേണം നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് G × m1 m2 ഡിവൈഡഡ് ബൈ r². m1 എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ മാസ്, ഇവിടെ എർത്ത് അല്ലേ. m2 എന്ന് പറഞ്ഞാൽ ബോഡിയാണ്, സ്മോൾ ലെറ്റർ m എന്ന് വിളിക്കാം. r², ഇവിടെ ആ ബോഡി നമ്മൾ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? എർത്തിൻ്റെ റേഡിയസ് ആണ്, ക്യാപിറ്റൽ r² എന്ന് വിളിക്കാം. ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ആക്ച്വലി ഈ ബോഡീൻ്റെ മുകളിൽ സ്മോൾ മാസ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ എർത്ത് അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്നുള്ള അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1ഉം 2 എന്താണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് പറയാം mg ഈസ് ഇക്വൽ ടു, therefore mg ഈസ് ഇക്വൽ ടു എന്തായിരിക്കും മക്കളെ? G × mm ഡിവൈഡഡ് ബൈ r² ആണ്. ഇനി ശ്രദ്ധിക്കുക മക്കളെ, ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും മാസ് m ഉണ്ട്, m ക്യാൻസൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഈസ് ഇക്വൽ ടു gm ഡിവൈഡഡ് ബൈ r² എന്നിട്ട് ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സർഫസ് ഓഫ് എർത്ത് G ഈസ് ഇക്വൽ ടു gm ഡിവൈഡഡ് ബൈ r². ഓക്കെ അല്ലേ മക്കളെ? റൈറ്റ്.
ക്ലിയർ. ഇനി നെക്സ്റ്റ് സെക്ഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് സർഫസ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ചസ് വിത്ത് ഹൈറ്റ്. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h above the surface of earth where h very very less than r. അപ്പോൾ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ് അതിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. എവിടെയുള്ളതാണ്? ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലുള്ളതാണ്. ഓക്കെ, എഗെയിൻ ഞാൻ ഇവിടെ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാണ്. എർത്ത് ആണ്, എർത്ത് ഇത് നമ്മുടെ എർത്ത് ആണെന്ന് വിചാരിക്കുക. ഓക്കെ റൈറ്റ്. ഓക്കെ, എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണ് ആരുള്ളതാ ഒരു ബോഡി ഉള്ളത്. ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണ്. ആ ഹൈറ്റിനെ ഞാൻ എന്തായിട്ട് വിളിച്ചോടാ? എച്ച് എന്ന് വിളിച്ചു. ഓക്കെ, സോ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? ക്യാപിറ്റൽ ആറുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്തണടാ? ആ ഹൈറ്റിൽ അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അറ്റ് ദ സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിനെ ഞാൻ ജി എസ് എന്ന് വിളിച്ചു. എന്തായിരിക്കും ഇവിടെ? ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. GM/r² ആണ്. ഓക്കെ അല്ലേ? ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാകുന്ന സമയത്ത് എന്തായിരിക്കും? അതിന് ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാവുന്ന കേസിൽ അതിനെ ജി എസിന് പകരം ഞാൻ GH എന്ന് വിളിച്ചു. ഓക്കെ, എഗെയിൻ ഇക്വേഷൻ എന്തായിരിക്കും? GM/ ഹൈറ്റിലാകുമ്പോൾ ഡിസ്റ്റൻസ് ആറാണോ? ആറിൻ്റെ കൂടെ ആരെയും കൂടെ ആഡ് ചെയ്യണം? എച്ചും കൂടി ആഡ് ചെയ്യണമായിരുന്നു. ദാറ്റ് മീൻസ് r+h² ആണ്. ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് GH ആണ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ GH/GS ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇക്വേഷൻ നമ്പർ 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താ? ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ആണ് മക്കളെ ചെയ്യുന്നത്. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്യുമ്പോൾ GH/GS ഈക്വൽ ടു ആരൊക്കെ ഉണ്ടോ? GM ഉം GM അവിടെ ക്യാൻസൽ ആകുന്നുണ്ട് അല്ലേ? 1/r+h² ഡിവൈഡഡ് ബൈ എന്താ കിട്ടുക? ഇങ്ങനെ 1/r+h² ഡിവൈഡഡ് ബൈ 1/r² ഉണ്ട്. അപ്പോൾ r² മുകളിലേക്ക് പോകുന്നുണ്ട് അല്ലേ? ദാറ്റ് മീൻസ് r² ഡിവൈഡഡ് ബൈ r+h² എന്ന് കിട്ടും. ഓക്കെ അല്ലേ? r² ഡിവൈഡ് ബൈ r+h² ആണ്. ഇനി ഒന്നും കൂടെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ r² ഉണ്ടായിരുന്നു അല്ലേ? ഡിനോമിനേറ്ററിൽ ഞാൻ എന്ത് ചെയ്യണം? r+hൻ്റെ അകത്ത് ആറിന് ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഓൾറെഡി അവിടെ r ഉണ്ടായിരുന്നു. ഇവിടെ r ഉണ്ടോ? എച്ചിൻ്റെ ഇടയിലില്ല. ഇപ്പോൾ എച്ചിൻ്റെ ഇട അവിടെ ഒരു r കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യുന്നുണ്ട്, ഒരു ഡിവൈഡും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ആറിനെ പുറത്തെടുക്കുന്നത്. ആറിനെ പുറത്തെടുക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്വയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നുണ്ട്? GH/GS എന്ന് പറയുന്നത് ഓൾറെഡി r² അവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ ഈ ആറിന് ഔട്ട്സൈഡ് എടുക്കുന്നത്. ആറിന് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ സ്ക്വയർ ചെയ്തിട്ട് വേണം. ദാറ്റ് മീൻസ് r² ഇൻറ്റു ആർ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ 1 ഉണ്ട്. പ്ലസ് എച്ചിൻ്റെ അകത്ത് r ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആറിനെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഒരു r കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യണമായിരുന്നു, ഡിവൈഡും ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് ആറിനെ ഔട്ട്സൈഡ് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഡിവൈഡ് ചെയ്ത് അവിടെ ബാക്കിയുണ്ട് അല്ലേ? ദാറ്റ് മീൻസ് h/r² എന്നുണ്ട്. ഇനി നമുക്ക് നോക്കടാ, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ആരുണ്ടടാ? r² ഉണ്ട്. അവിടെ തന്നെ ക്യാൻസൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ GH ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? GS ഇൻറ്റു GS ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1+h/r² എന്ന് വിടാം. all² ഡിനോമിനേറ്റർ ടൈമിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നേടാം മൈനസ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അങ്ങനെയാണെങ്കിൽ GH ഈസ് ഈക്വൽ ടു GS ഇൻറ്റു 1+h/r all raised to -2 എന്ന് എഴുതാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ്, അതാണ് GHൻ്റെ വാല്യൂ. ബട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും? ഇഫ് h വെരി വെരി ലെസ് ദാൻ r ആണ്. h വെരി വെരി ലെസ് ദാൻ r ആണ്. ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്തതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് h വെരി വെരി ലെസ് ദാൻ r ആണെങ്കിൽ h/r ടേം എന്ത് ചെയ്യണം? h/rൻ്റെ പവേഴ്സ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക GH ഈസ് ഈക്വൽ ടു GS ഇൻറ്റു 1-2h/r എന്നാണ് കിട്ടുക. ശ്രദ്ധിക്കണേ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് ഇഫ് h വെരി വെരി ലെസ് ദാൻ r ആണെങ്കിലാണ് GH ഈസ് ഈക്വൽ ടു GS ഇൻറ്റു 1-2h ഡിവൈഡഡ് ബൈ r. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ റൈറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിലുണ്ടായിരുന്ന സബ് ക്വസ്റ്റ്യൻ ഇതായിടാ. അറ്റ് വാട്ട് ഹൈറ്റ് എബവ് ദ എർത്ത് സർഫസ് ദ വാല്യൂ ഓഫ് G സെയിം ആസ് ദാറ്റ് ഇൻ എ മൈൻ 80 കിലോമീറ്റർ ഡീപ്പ്.
ക്ലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഡെറിവേഷൻ ഇക്വേഷൻ ഓൾറെഡി നമ്മുടെ ഹൈറ്റിൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി ഡെപ്തിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഡെപ്തിൽ ഇക്വേഷൻ? ജി എസ് ഇസ് ഇക്വൽ ടു ജി ഇസ് ഇക്വൽ ടു അല്ലെങ്കിൽ ജി ഡി ഇസ് ഇക്വൽ ടു ജി എസ് ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ അല്ലേ? ഓൾറെഡി നമ്മൾ അറിയാവുന്ന ഇക്വേഷനാണ്. നമ്മളത് ഡെറിവേഷനിലേക്ക് കടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഡെപ്തിലുള്ള 80 കിലോമീറ്ററിൽ ഡെപ്തിൽ ഉണ്ടാവുന്ന ആ വാല്യൂ എന്ന് പറയുന്നത് ഹൈറ്റിൽ എത്ര ഹൈറ്റ് ആയിരിക്കും സെയിം ആയി മാറുകയാണ്. ദാറ്റ് മീൻസ് ഹൈറ്റിൻ്റെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരിക്കും ജി എച്ച് ഈസ് ഇക്വൽ ടു ജി എസ് ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ ഓൾറെഡി നമ്മൾ അവിടെ വിളിച്ചു. ഓക്കെ, ഇനി ഡെപ്തിലുള്ളത് ജി ഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജി ഡി സിക്കൽ എന്തായിരിക്കും? ജി എസ് ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ്. ഓക്കെ അല്ലേ? അത് ഡെപ്ത് എത്രയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് ഡെപ്ത് എന്ന് പറയുന്നത്? 80 ആണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് റിയലൈസ് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക. അപ്പോൾ ജി ഡി ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ മക്കളെ, ജി എസ് ഇൻറ്റു 1 മൈനസ് ഡെപ്തിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു 80 ആണ്. 80 ഡിവൈഡഡ് ബൈ ആർ എന്ന് വിളിക്കും. റൈറ്റ്, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ആക്ച്വലി പറയുന്നത് ആ 80 ഡെപ്തിലും പർട്ടിക്കുലർ ഹൈറ്റിലും ഈക്വൽ ആണെന്ന്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഉം 2 അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ പോരെ? ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജി എച്ച് ഇസ് ഇക്വൽ ടു ജി ഡി ആണ്. ദാറ്റ് മീൻസ് ജി എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം. ജി എസ് into 1 minus 2h divided by r is equal to gs into 1 minus 80 by r എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതിൽ ജി എസ് ഉണ്ട് കോമൺ ആണ്. ഇവിടെ തന്നെ ജി എസിനെ ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കി ഉണ്ടാവും എന്തായിരിക്കും? 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ ആർ ഇസ് ഇക്വൽ ടു 1 മൈനസ് 80 ബൈ ആർ. നോക്കടാ, 1 മൈനസ് 2h ബൈ ആർ ഇസ് ഇക്വൽ ടു 1 മൈനസ് 80 ബൈ ആർ. 1ൽ നിന്ന് 2 കുറയ്ക്കാണല്ലേ? അങ്ങനെ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ 2h ബൈ ആർ ഇസ് ഇക്വൽ ടു എന്തായിരിക്കണടാ? രണ്ടും ഈക്വൽ ആവണമെങ്കിൽ 2h ബൈ ആർ എന്ന് പറയുന്നത് 2h ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു 80 ബൈ ആർ ആയിരിക്കണ്ടേ? വീണ്ടും ഡിനോമിനേറ്ററിൽ 6 ഉണ്ട്. 2h ബൈ ആർ ഈസ് ഇക്വൽ ടു 80 ബൈ ആർ ആണെങ്കിൽ 2h ഈസ് ഇക്വൽ ടു 80 ആയിരിക്കണം. h ഈസ് ഇക്വൽ ടു 80 ബൈ 2 ദാറ്റ് മീൻസ് 40 ആയിരിക്കണം. ഓക്കെ, 40 എന്തായിരിക്കും? ഓപ്ഷൻ യൂണിറ്റ് എന്തായിരിക്കും? കിലോമീറ്റർ ആണ്. 40 കിലോമീറ്റർ. റൈറ്റ്, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലടാ? ഓക്കെ ഓക്കെ, റൈറ്റ്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് ഡി ആണ് ബിലോ ദ സർഫസ് ഓഫ് ദി എർത്ത്. ആ ഇക്വേഷൻ ആണ് ഓൾറെഡി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിന് ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് എടുക്കുന്നതെന്നാണ് നോക്കണേ. ശ്രദ്ധിക്കണേ മക്കളെ, എക്സാമിന് ചോദിച്ചത് അതിൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹൈറ്റിൻ്റെയും ഡെപ്തിൻ്റെയും ഡെറിവേഷൻ നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ ഓക്കെ, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ സർഫസിൽ നമുക്കറിയാം, പർട്ടിക്കുലർ സർഫസിൽ അതിൻ്റെ വാല്യൂ അതല്ലെങ്കിൽ നമുക്കൊന്ന് പിക്ചോറിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാ എർത്ത്, റൈറ്റ്, ഒരു ബോഡിയടാ, അത് എർത്താണ്. എർത്തിൻ്റെ സർഫസിൽ ആരുണ്ടായിരുന്നടാ? നമ്മുടെ ബോഡി കിടപ്പുണ്ട്. സർഫസിൽ ബോഡി കിടപ്പുണ്ട്. ഓക്കെ, റൈറ്റ്. ആ സർഫസിൽ എം മാസുള്ള ബോഡി ആയിക്കോട്ടെ. ആ സർഫസിൽ അതിൻ്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞതായിരിക്കും ജി സർഫസ്. ജി എസ് ഇസ് ഇക്വൽ ടു ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജി എം ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ആർ സ്ക്വയർ ആണ്. ഓക്കെ, അതിനെ ഡെൻസിറ്റിൻ്റെ കേസിൽ, എർത്തിൻ്റെ ഡെൻസിറ്റിൻ്റെ കേസിൽ, എർത്തിൻ്റെ മാസിൻ്റെ കേസിൽ, ഡെൻസിറ്റിൻ്റെ കേസിൽ മാറ്റി കഴിഞ്ഞാൽ ജി എസ് ഈക്വൽ ടു, ഇൻ ദ കേസ് ഓഫ് ഡെൻസിറ്റി ആണ് ഈ ഇക്വേഷൻ, നമുക്ക് 4/3 പൈ ആർ റോ ജി ഇങ്ങനൊരു ടൈം മാറ്റാം. 4/3 പൈ ആർ റോ ജി. ശ്രദ്ധിക്കണേ. അപ്പം എന്തിനാ? എർത്തിൻ്റെ ഡെൻസിറ്റിൻ്റെ കേസിലേക്ക് മാറ്റിയാണ്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആയിരുന്നു. റോ ഡെൻസിറ്റിൻ്റെയും അതിൻ്റെ മാസിൻ്റെ ഡെൻസിറ്റിൻ്റെയും വോളിയത്തിൻ്റെ കേസിൽ മാറ്റി എഴുതിയാണ്. അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കറിയാം. റൈറ്റ്, ആ ഡെൻസിറ്റി കേസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ബോഡി ഒരു പർട്ടിക്കുലർ ഡെപ്തിലാണ്, ഡി ഡെപ്തിലാണ് കിടക്കുന്നതെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജി ഡി എന്ന് പറയുന്നത് ജി ഡി ഈസ് ഈക്വൽ ടു 4/3 പൈ. ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്ന എർത്തിൻ്റെ റേഡിയസിൽ എത്ര ഉണ്ടാവൂടാ? ഇല്ലടാ, ആ ഡെപ്ത് ഡി കുറക്കണ്ടേ? സർഫസിലുള്ള സമയത്ത് നമ്മൾ ആറ് യൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കൂടാ? സെൻട്രലിൽ നിന്ന് ഈ ബോഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് അത് ആർ ആയതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? എത്രയും ഡെപ്ത് ഡിയിലാണെങ്കിൽ ആറിൽ നിന്ന് ഡി കുറക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ആറിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആർ മൈനസ് ഡി ഇൻറ്റു റോ ജി എന്ന് വിളിക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ഓക്കെ, നമുക്ക് ജി ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 1 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ജി ഡി ഡിവൈഡഡ് ബൈ ജി എസ് ഈക്വൽ ടു, ഇക്വേഷൻ നോക്കടാ, അതിൽ 4/3 പൈ രണ്ട് ടേമിന് കോമൺ ആണ്. 4/3 പൈ 4/3 പൈ ക്യാൻസൽ ചെയ്യാം. റോയും ജിയും റോ ജിയും കോൺസ് അതും ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കി എന്താണ് അവിടെ? ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ എന്നായിട്ട്. ഓക്കെ, ഈ ഡിനോമിനേറ്ററിലെ ആർ രണ്ട് ടേമിന് കോമൺ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി ഡി ഡിവൈഡഡ് ബൈ ജി ഡി ഡിവൈഡഡ് ബൈ ജി
d divided by gs equal to r divided by r minus d by r ആണ്. r by r is equal എന്തായിരിക്കും 1 ആയിരിക്കും അല്ലേ? ദാറ്റ് മീൻസ് gd is equal to ഡെപ്തിലെ g യുടെ വാല്യൂ ആണ് gs into r by r 1 ആണ് 1 minus d by r എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? ഓക്കെ റൈറ്റ്. നമുക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ ആണ് ഡെപ്തിലെ ഇക്വേഷൻ ആണ് തൊട്ട് മുന്നേ നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഡെറിവേഷൻ. റൈറ്റ്. Then next one, derive an expression for escape velocity of an object from the surface of a planet. Important ആണ്, ഓർത്തിരിക്കണം. എന്താ ഈ escape velocity എന്ന് പറഞ്ഞാൽ? It is the minimum velocity required to escape a body from the surface of a സർഫസ് ഓഫ് പ്ലാനറ്റ് ഓർ എർത്ത്, എവിടെ നിന്ന് വേണമെങ്കിലും. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് അല്ലെങ്കിൽ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു പ്ലാനറ്റിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്തു പോകാൻ, സർഫസിൽ ആ ബോഡി മൂവ് ചെയ്ത് അതിൻ്റെ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോകാൻ ആവശ്യമായ മിനിമം വെലോസിറ്റിയാണ് നമ്മൾ എന്തായാലും വിളിക്കുക? എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, എർത്തിൻ്റെ പഠിക്കുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്ന എർത്ത് അല്ല, പ്ലാനറ്റിൻ്റെ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എടുക്കുക ഒരു പ്ലാനറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? എസ്കേപ്പ് ചെയ്തു പോവാണ്. ഇതൊരു പ്ലാനറ്റ് ആണെന്ന് വിചാരിക്കുക. റൈറ്റ്. ഒരു പ്ലാനറ്റിൻ്റെ സർഫസിൽ നിന്ന് എന്ത് ചെയ്യടാ? നമ്മളൊരു ബോഡി എസ്കേപ്പ് ചെയ്തു പോകുന്നു. ഓക്കെ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ശ്രദ്ധിക്കടാ, അറ്റ് ദ സർഫസ് ഓഫ് ദ പ്ലാനറ്റ്, ആ പ്ലാനറ്റിൻ്റെ സർഫസിൽ ഇതിൻ്റെ എനർജി എന്തായിരിക്കൂടാ? സർഫസിൽ അതിന് രണ്ട് ടൈപ്പ് എനർജി ഉണ്ടാവും. ഒന്ന് കൈനറ്റിക് എനർജി ഉണ്ടാവും ആൻഡ് ഓൾസോ പൊട്ടൻഷ്യൽ എനർജി. അത് മൂവിയാണ് വിത്ത് എ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് വി എന്ന് വിളിക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് മൂവ് ചെയ്ത് പോകുന്ന വെലോസിറ്റി വി ഇ ആണെന്ന് വിചാരിക്കും. എസ്കേപ്പ് വെലോസിറ്റി അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അറ്റ് ദ സർഫസിൽ അതിൻ്റെ കൈനറ്റിക് എനർജി ശ്രദ്ധിക്കണേ. അറ്റ് സർഫസിലെ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി. ഏത് വെലോസിറ്റിയിലാണ്? എസ്കേപ്പ് വെലോസിറ്റിയാണ്, വി ഇ സ്ക്വയർ. ഓക്കെ. ആൻഡ് ഓൾസോ അതേ സർഫസിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ എന്നല്ല, ജി എം എം ഡിവൈഡ്, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബോഡി, സ്മോൾ ലെറ്റർ എം എന്തായിരിക്കും? ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ പ്ലാനറ്റ്, സ്മോൾ ലെറ്റർ എം മാസ് ഓഫ് ദ ബോഡി, ജി എം എം ഡിവൈഡഡ് ബൈ ആർ, വേർ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ്. ഓക്കെ, ഇനി എർത്തിൻ്റെ കേസിലാണെങ്കിൽ നമുക്കത് ക്യാപിറ്റൽ ആർ എടുക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോയിന്റിലെ ടോട്ടൽ എനർജി, സർഫസിലെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹാഫ് എം വി ഇ സ്ക്വയർ മൈനസ് എന്തായിരിക്കും? ജി എം എം ഡിവൈഡഡ് ബൈ ആർ എന്ന കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കും. ഇനി ഓർത്ത് വയ്ക്കുക, ഇനി ഈ ബോഡി എസ്കേപ്പ് ചെയ്ത് അങ്ങ് ഇൻഫിനിറ്റിയിൽ എത്തി. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോയി. അങ്ങനെ ഇൻഫിനിറ്റിയിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ടോട്ടൽ എനർജി എന്തായിരിക്കും? 0. ദാറ്റ് മീൻസ് അറ്റ് ഇൻഫിനിറ്റിയിൽ ഇതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞത് 0. എന്തുകൊണ്ടാണ്? കൈനറ്റിക് എനർജി 0 ആയിരുന്നു, പൊട്ടൻഷ്യൽ എനർജി 0 ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം, അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അല്ലേ? അപ്പോൾ എനർജി ക്രിയേറ്റ് ചെയ്യാൻ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇൻഫിനിറ്റിയിൽ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കണം? കൺസേർവ്ഡ് ആയിരിക്കണം. ഇൻഫിനിറ്റിയിൽ ടോട്ടൽ എനർജി 0 ആണെങ്കിൽ ആ പോയിന്റ് സർഫസിൽ എന്തായിരിക്കണം? അത് 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തൂടെ? ആ വാല്യൂവിന് ഇക്വേറ്റ് ചെയ്തൂടെ? പറടാ, എന്താണ് വരിക? കൈനറ്റിക് എനർജി ടോട്ടൽ എനർജി അറ്റ് ദ സർഫസ് എന്ന് പറയുന്നത് ഹാഫ് എം വി ഇ സ്ക്വയർ മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ. അത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മൈനസ് ജി എം എം ബൈ ആറിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹാഫ് എം ഇൻറ്റു വി ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിൽ ആര് കോമണാ? മാസ് എം കോമണാ, ക്യാൻസൽ ചെയ്യാം. ക്ലിയർ? ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട എസ്കേപ്പ് വെലോസിറ്റി ആണ്. ഒന്നും കൂടെ ഒന്ന് മൊഞ്ചാക്കി കഴിഞ്ഞാൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു 2 ഉണ്ട് അല്ലേ? ദാറ്റ് മീൻസ് 2 ജി എം ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. വി സ്ക്വയർ ആണ്, അത് വി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി ഈസ് ഈക്വൽ ടു റൂട്ട് 2 ജി എം ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തിൻ്റെയാടാ? പ്ലാനറ്റിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എർത്തിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സർഫസിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആറിൻ്റെ വാല്യൂ കൊടുക്കുക, ജി എമ്മിൻ്റെ വാല്യൂ ഒക്കെ കൊടുക്കാമായിരുന്നു അല്ലേ? അപ്പോൾ ഇതൊരു പ്ലാനറ്റിൻ്റെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. വി ഈക്വൽ ടു റൂട്ട് 2 ജി എം ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലടാ? റൈറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലാക്കണം. Assuming satellites orbits around a planet to be circular. അപ്പോൾ ഒരു പ്ലാനറ്റ് അറൗണ്ട് ആയിട്ട് സാറ്റലൈറ്റ് സർക്കുലർ പാത്തിലൂടെ മൂവിയാണെന്ന് അങ്ങ് അസ്യൂം ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ് അത്. ഒബ്റ്റെയിൻ എക്സ്പ്രഷൻസ് ഫോർ ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് അറൗണ്ട് ദ എർത്ത്.
അറൗണ്ട് ദി എർത്ത്. ഓക്കെ, അപ്പോൾ എർത്തിന് അറൗണ്ട് ആയിട്ട് എന്ത് ചെയ്യടാ, നമ്മുടെ ക്വസ്റ്റ്യനിൽ അറൗണ്ട് ദി എർത്ത് എന്ന് പറഞ്ഞു പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്, ശ്രദ്ധിച്ചിരുന്നോളെ. അപ്പോൾ എന്തിടാ, എർത്ത് ഇവിടെ പ്ലാനറ്റ് ഏതായിരിക്കും, എർത്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ റൈറ്റ്. എനിവേ എന്തിടാ, എർത്തിന് അറൗണ്ട് ആയിട്ട് ഇങ്ങനെ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഓർബിറ്റൽ വെലോസിറ്റിയും അതേപോലെ തന്നെ എന്ത് ചെയ്യടാ, ടൈം പീരീഡും, കറങ്ങാൻ എടുക്കുന്ന ടൈം പീരീഡ് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി ഞാനിവിടെ ഫിഗർ വരയ്ക്കുന്നുണ്ട്. ബോഡി എന്തായിട്ട് വിളിച്ചടാ, ദാ നമ്മുടെ അവിടെ ഒരു ബോഡി സർക്കുലാർ എർത്ത് ആണെന്ന് വിചാരിക്കുക, എർത്ത്. ഓക്കെ റൈറ്റ്. ദെൻ അതിൻ്റെ റേഡിയസിനെ ഞാൻ എന്തായിട്ട് പറഞ്ഞടാ, ക്യാപിറ്റൽ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. റൈറ്റ്, ക്യാപിറ്റൽ ആർ. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് ആരുള്ളത്, സാറ്റലൈറ്റ് ഉള്ളത്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസിലായി, ഒരു സ്മോൾ ലെറ്റർ ആർ ഡിസ്റ്റൻസിൽ ആരുണ്ടടാ, നമ്മുടെ സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു, സാറ്റലൈറ്റ് ഉണ്ട്. ഓക്കെ റൈറ്റ്. അതിങ്ങനെ സർക്കുലാർ പാത്തിലൂടെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കുലാർ പാത്തിലൂടെ റിവോൾവ് ചെയ്യുകയാണെന്ന് വിചാരിക്കും വിത്ത് എ വെലോസിറ്റി. ആ വെലോസിറ്റി നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് വിളിക്കാം. എന്തായാലും ഓർബിറ്റൽ വെലോസിറ്റി VO ഓർ ഓർബിറ്റൽ സ്പീഡ് VO എന്ന് വിളിക്കാം, VO. റൈറ്റ്. ആ വിയോന്റെ വാല്യൂ ഫസ്റ്റ് ഇനീഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആക്ച്വലി ഒരു ബോഡി സർക്കുലാർ പാത്തിലായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആ സർക്കുലാർ പാത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ. അത് ഏത് ഫോഴ്സ് ആയിരിക്കുംടാ? യെസ്, ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ, ടുവേർഡ്സ് സെൻറ്ററിലേക്കുള്ള ആ ഫോഴ്സിന് നമുക്ക് എന്തായാലും വിളിക്കാം, സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കാം. വിളിച്ചൂടെ? ഓക്കെ, ആ സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഞാൻ FC എന്ന് വിളിച്ചു. ആക്ച്വലി ഈ ബോഡിയും ആ മാസും തമ്മിലുള്ള, അല്ലെങ്കിൽ എർത്തിൻ്റെ ആ പ്ലാനറ്റും അല്ലെങ്കിൽ ആ ബോഡിയും തമ്മിലുള്ള, എർത്തും ആ സാറ്റലൈറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയല്ലേ ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ FC സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കടാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണ്ടേ? ഓക്കെ അല്ലേ? ഇനി സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിക്കുന്നതാ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ബിക്കോസ് അവിടെ ഡയമെൻഷൻ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് കൂടിയായിരുന്നു അല്ലേ, ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് FC = നമുക്ക് അറിയണം mv² ഡിവൈഡഡ് ബൈ R ആണ്. ഓക്കെ, R എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിന്റെ സെൻട്രൽ നിന്ന് അല്ലെങ്കിൽ എർത്തിന്റെ സെൻട്രൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R. ഈസ് ഈക്വൽ ടു എന്താ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കറിയാം G × m1 m2. m1 m2 ഇവിടെ mm ഡിവൈഡഡ് ബൈ എന്തായിരിക്കൂടാ, R² എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി ആയതുകൊണ്ട് വീനെ ഞാൻ VO എന്ന് വിളിക്കുന്നുണ്ട്. ഇക്വേഷൻ നോക്കണം. ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിനോമിനേറ്ററിൽ R² ഇവിടെ ഒരു R ഉണ്ട്. ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്തൂടെ, ഈ R² ഒരു R ക്യാൻസൽ ചെയ്ത്, M ഉണ്ടടാ, M-നും ക്യാൻസൽ ചെയ്ത്. അപ്പോൾ V0² ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ നമ്മുടെ മുന്നിലടാ, V0² ഈസ് ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടും. GM ഡിവൈഡഡ് ബൈ R. V0² ആണ് അതല്ലേ, നമുക്ക് വേണ്ട ഓർബിറ്റൽ വെലോസിറ്റി അല്ലെങ്കിൽ ഓർബിറ്റൽ സ്പീഡ് V0 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, √GM ഡിവൈഡഡ് ബൈ R എന്ന് വിളിക്കും. √GM ഡിവൈഡഡ് ബൈ R. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ ക്ലിയർ അല്ലേ മക്കളെ? ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ ആണ് V0 ഈസ് ഈക്വൽ ടു √GM ഡിവൈഡഡ് ബൈ R. വളരെ സിമ്പിൾ അല്ലടാ മക്കളെ. ഇനി ഇത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് H-ലാണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻ സർഫസിൽ നിന്ന് ഈ ബോഡിയിലേക്കുള്ള ഹൈറ്റിന് ഞാൻ H എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ R നെ R+H എന്ന് വിളിച്ചുകൂടെ, ക്യാപിറ്റൽ R+H. സോ വി ക്യാൻ റൈറ്റ്, ഇവിടെ ശ്രദ്ധിച്ചോളൂ മക്കളെ, എന്താണ് നമുക്കറിയാം, ഈ R ഈസ് ഈക്വൽ ടു R എന്ന് പറഞ്ഞ വാല്യൂവിനെ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ R-നെ R+H എന്ന് വിളിക്കാം, തെറ്റില്ല. സർഫസിൽ നിന്ന് ഒരു H ഹൈറ്റിലാണെങ്കിലാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ബിക്കാം V0 ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √GM ഡിവൈഡഡ് ബൈ R-ന് പകരം R+H എന്ന് വിളിക്കും. ഓക്കെ, അനദർ ഇക്വേഷൻ, ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ മറ്റൊരു ഇക്വേഷനാണ്. ഇങ്ങനെ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. ഇനി നമുക്കറിയാം എർത്തിൻ്റെ സർഫസിൽ GM-ൻ്റെ വാല്യൂ, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് സർഫസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. G ഈസ് ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R² ആണെന്ന് അല്ലേ? ക്ലിയർ. ആ വാല്യൂ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നോക്കട്ടെ, ഇതിൽ R² ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ GR² ഈസ് ഈക്വൽ ടു GM എന്നൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ V0 ഈസ് ഈക്വൽ ടു √ എന്തായിരിക്കും, GR² ഡിവൈഡഡ് ബൈ R+H എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? തെറ്റുണ്ടോ? ഇല്ല. ഇനി ഈ സാറ്റലൈറ്റ് നിയർ ടു ദ സർഫസ് ആണെങ്കിൽ H വെരി ലെസ് ദാൻ R ആയിരിക്കും. H വെരി ലെസ് ദാൻ R. അങ്ങനെയാണെങ്കിൽ R+H നമുക്ക് R ആയിട്ട് അങ്ങ് എടുക്കാം അല്ലേ? H അങ്ങനെ നെഗ്ലക്ട് ചെയ്താൽ അഗെയിൻ ഇക്വേഷൻ V0 ഈസ് ഈക്വൽ ടു √GR² ഡിവൈഡഡ് ബൈ ഒരു R കിട്ടും അല്ലേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും R കോൺസ്റ്റന്റ്, R ഉണ്ട്, R² R ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. ഇക്വേഷൻ V0 ഈസ് ഈക്വൽ ടു √GR എന്ന് കിട്ടും. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ ക്ലിയർ അല്ലടാ? ആ രീതിയിൽ പല രീതിയിൽ നമുക്ക് ഇക്വേഷനെ മാറ്റി എഴുതാം. ഓക്കെ റൈറ്റ്.
ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. ഓർബിറ്റൽ വെലോസിറ്റി നമ്മളവിടെ കണ്ടെത്തി. ആൻഡ് ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് അറൌണ്ട് ദ എർത്ത്. എർത്തിന്റെ അറൌണ്ട് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ടൈം പീരീഡിന്റെ ഇക്വേഷൻ, ടൈം പീരീഡ് ടി. ആക്ച്വലി സർക്കുലർ പാത്തിലൂടെ മെയിൻറ്റെയിൻ ചെയ്യാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഓർബിറ്റൽ സ്പീഡ് VO ഇസ് ഇക്വൽ ടു ഓർബിറ്റൽ സ്പീഡ് ഓർ ഓർബിറ്റൽ വെലോസിറ്റി VO ഇസ് ഇക്വൽ ടു നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു √GM/r എന്നാണ്. അപ്പോൾ സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു തവണ കറങ്ങി വരികയാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കൂടാ? ആക്ച്വലി സർക്കുലർ പാത്ത് ആയതുകൊണ്ട് അതിൻ്റെ പെരിമീറ്റർ അല്ലേ 2πr നമുക്കറിയാം. ഓക്കെ, ദെൻ ഓർബിറ്റൽ വെലോസിറ്റി ഓർ ഓർബിറ്റൽ സ്പീഡ് V0 തന്നിട്ടുണ്ട്. ടൈം കണ്ടെത്താൻ നമ്മൾ പഠിച്ചിട്ടില്ലടാ, സ്പീഡ് ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അങ്ങനെയാണെങ്കിൽ ടൈം T ഈസ് ഈക്വൽ ടു എന്തായിരിക്കൂടാ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സാറ്റലൈറ്റ് അറൗണ്ട് 1 റെവല്യൂഷൻ. ഒരു റെവല്യൂഷനിൽ അത് കറങ്ങിയ ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ആ സ്പീഡാണ്, ഓർബിറ്റൽ സ്പീഡ് നമുക്ക് വിളിക്കാം സ്പീഡ്. ആ വാല്യൂ ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെരിമീറ്റർ ആണ് 2π ഇൻറ്റു എന്തായിരിക്കും? r ആണ്, ഡിവൈഡഡ് ബൈ സ്പീഡ് V0, ഓർബിറ്റൽ സ്പീഡ് VOൻ്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. എന്തായാലും GM ഡിവൈഡഡ് ബൈ r ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് √GM/r. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, VOൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് √GM again √GM ഡിവൈഡഡ് ബൈ r. ഓക്കെ, അപ്പോൾ √GM/r ഞാൻ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അങ്ങനെയാണെങ്കിൽ therefore we can write time period T is equal to 2πr ഓൾറെഡി അവിടെ ഉണ്ട്, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യടാ. അപ്പോൾ എന്ത് ചെയ്യടാ? √r/GM എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ 2πrലെ r ഞാൻ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ റൂട്ടിനകത്തേക്ക് ഒരു വാല്യൂ കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ സ്ക്വയർ ചെയ്യണം. കാരണം എന്താ? സ്ക്വയറിൻ്റെ പുറത്ത് വരുമ്പോഴാണത് എന്തായിട്ട് മാറുക? ആ വാല്യൂ ആയിട്ട് മാറുക അല്ലേ? r² റൂട്ടാണ് 6. അപ്പോൾ 6ൻ്റെ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്ക്വയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടുക 2π ഇൻറ്റു √r ഉള്ളിലേക്ക് പോകുമ്പോൾ r² ആയിട്ട് മാറുക. r² ഇൻറ്റു r ഡിവൈഡഡ് ബൈ GM ആണ്. r² ഇൻറ്റു r എന്തായിരിക്കും? r³ ആണ്. ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π √r³ ഡിവൈഡഡ് ബൈ GM എന്ന് കിട്ടും. r³ ഡിവൈഡഡ് ബൈ GM. ഇനി നെക്സ്റ്റ് ഇതാണ് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ. ഓൾറെഡി നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് മക്കളെ, ശ്രദ്ധിച്ചിരുന്നോളെ. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ, ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട്. T ഈസ് ഈക്വൽ ടു 2π √r³ ഡിവൈഡഡ് ബൈ GM ആണ്. ഇനി നിയർ ടു ദ സർഫസ് ആണെങ്കിൽ നമുക്ക് r നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? r ഈസ് ഈക്വൽ ടു നിയർ ടു സർഫസ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ r ഈസ് ഈക്വൽ ടു r+h തൊട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π √r³ നമ്മൾ എന്ത് കൊടുക്കുക? r+h³ ഡിവൈഡഡ് ബൈ GM എന്ന് വിളിക്കും. അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? G ഈസ് ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ r² നമുക്ക് അറിയില്ലേ? അങ്ങനെയാണെങ്കിൽ GR² ഈസ് ഈക്വൽ ടു GM അല്ലേ? ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π √r+h³ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? GR² എന്ന് വിളിക്കാം. ഓക്കെ, നേരത്തെ ഇതേപോലെ തന്നെ ഇക്വേഷൻ വീണ്ടും ഒന്നും കൂടെ മാറി അല്ലേ? ഇനി നിയർ ടു ദ സർഫസ് ആണെങ്കിൽ h വളരെ ചെറുതായിരിക്കും അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ h വെരി വെരി ലെസ് ദാൻ r ആണെങ്കിൽ r+hൽ h നമുക്ക് ഒഴിവായിരിക്കാം, r എന്ന് മാറ്റി ചെയ്താൽ അല്ലേ? ഇക്വേഷൻ ബിക്കാം T ഈസ് ഈക്വൽ ടു 2π √r+h പകരം r എഴുതുക, r³ ഡിവൈഡഡ് ബൈ GR². അപ്പോൾ r³ ന്യൂമറേറ്ററിലും r² ഡിനോമിനേറ്ററിലും ക്യാൻസൽ ചെയ്യാം. ഈ ക്യൂബിൽ നിന്ന് രണ്ടും ഈ സ്ക്വയറിൽ നിന്ന് രണ്ടും ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π എന്തായിരിക്കും? r/g. നോക്കടാ, ഇതേപോലത്തെ ഒരു ഇക്വേഷൻ നമ്മൾ കേട്ടിട്ടില്ലേ? 2π √L/g. ഓർമ്മ ഉണ്ടായില്ലടാ? 2π √L/g ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം ആയിരുന്നു അല്ലേ? ഇവിടെ എന്തായിരിക്കും? 2π √r/g. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ക്ലിയർ, റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ എല്ലാ സെക്ഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണം? ഹൈറ്റിൻ്റെയും അതേപോലെ തന്നെ ഡെപ്തിൻ്റെയും കേസിലുള്ള ഡെറിവേഷൻ ആൻഡ് ഓൾസോ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റും എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ 2 ചാപ്റ്റർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ടോട്ടൽ നമ്മൾ ഫിസിക്സിൽ 4 ചാപ്റ്റർ പറഞ്ഞു അല്ലേ? ക്ലിയർ? അത്രയും ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും മക്കളെ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? വൈൻഡ് അപ്പ് ചെയ്യാണ്. റൈറ്റ്, ബൈ ബൈ. റൈറ്റ്.